ഹരി ഓം. നമസ്തേ. മാന്യ പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇനിയിപ്പോ നാളെയാണെന്നാണ് മനസ്സിലാക്കുന്നത്, പാലിയം വിളംബരത്തിന്റെ ആ ഓർമ്മ പുതുക്കുന്ന ഒരു സുദിനമാണ്. സ്വർഗീയ മാധവ്ജിയെ സ്മരിക്കാതെ ഒരു പാലിയം വിളംബരവും അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിൽ ഒരു വിഷയങ്ങളും നമുക്ക് ചിന്തിക്കാനോ വിചാരം ചെയ്യാനോ സാധ്യമല്ല. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ കേരളത്തെ സംബന്ധിച്ചിട്ട് ഈ ഒരു സംസ്ഥാനത്ത് തന്ത്രപാരമ്പര്യത്തിന്റെ അവകാശം നിലനിൽക്കുമ്പോൾ പോലും എന്താണ് യഥാർത്ഥ തന്ത്രം എന്നറിയാതെ ഉഴലുന്ന സമയത്ത് അവിടെ ഒരു ഈശ്വരാവതാരം വരെ വന്ന ഒരു മഹാത്മാവാണ് സ്വർഗീയ മാധവ്ജി. മാധവ്ജിയിലൂടെയാണ് പിന്നീട് ഇവിടുത്തെ തന്ത്ര പദ്ധതികൾക്ക് കൃത്യമായ ഒരു രീതി റൂട്ട് ഉണ്ടാക്കിയിട്ട് ആചാര്യന്മാരെ ഉണ്ടാക്കി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ആ ഗുരുവിലൂടെ ശ്രീവിദ്യ എന്ന് പറയുന്ന ദേവി ഉപാസനയുടെ ഒരു പാരമ്പര്യം കൂടി ഇവിടെ നിലനിൽക്കുകയുണ്ടായി. ഒത്തിരി ശിഷ്യന്മാര് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പൂർണ്ണദീക്ഷ കൊടുത്ത ഏതാനും ചില ശിഷ്യരാണുള്ളത്. അങ്ങനെയുള്ള ശിഷ്യ പരമ്പരയിൽ നിന്നുള്ള ഒരു പുണ്യാത്മാവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പലർക്കും അറിയുമായിരിക്കാം, പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. കാരണം ഈ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി കേരളീയനാണെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ഒരു ഉപാസകനായിരിക്കുന്നു. സാധനയ്ക്ക് വേണ്ടി തന്നാലാകുന്ന അറിവ് സംഭരിക്കുകയും അത് സമൂഹത്തിന് നൽകുകയും ചെയ്യുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നല്ലാതെ ഒരു പൗരോഹിത്യമോ ഒരു ദീക്ഷയെ കച്ചവടമാക്കുകയോ ദീക്ഷ കൊടുക്കാനായിട്ട് ഇരിക്കുകയോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. സാധകന്മാർക്ക് വേണ്ട തന്നാലാകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സമയം കണ്ടെത്തുന്നു ഈ തിരക്കുകളിലെല്ലാം. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമൂഹത്തിന് മുന്നിൽ ഒരു ഗുരുവായി ആചാര്യനായിട്ടൊന്നും പ്രത്യക്ഷപ്പെടാത്ത ഇത്തരത്തിലുള്ള ഒത്തിരി മഹാത്മാക്കൾ ഈ നാട്ടിലുണ്ട്. അപ്പൊ നമ്മളെ പോലെയൊക്കെ വേഷം ധരിച്ച ആളുകൾ മാത്രമല്ല, സമസ്ത മണ്ഡലത്തിലും ദേവി ഉപാസകരുണ്ട്. പുരാണങ്ങൾ പറയുന്നത് തന്നെ ജന്മജന്മാന്തരങ്ങളുടെ സുഹൃതങ്ങളുടെ ഫലമായിട്ടാണ് ദേവീ സാധനയ്ക്ക് ഭക്തി ഉണ്ടായിക്കൊണ്ട് ഒരു ദേവീ സാധന പാരമ്പര്യത്തിൽ വന്ന് പിറക്കുന്നത് എന്ന്. അപ്പൊ ദേവീ ഉപാസകനോ സാധകനോ ആകണമെങ്കിൽ ഒത്തിരി പുണ്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് വന്ന് പിറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മഹത്തരമാർന്ന ഒരു പാരമ്പര്യത്തിൽ വന്ന് പിറക്കുകയും ആ പാരമ്പര്യത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്ന് വളരെ ഉത്കൃഷ്ടമായ കാര്യമാണ്. ആ ഉത്കൃഷ്ട ശ്രേഷ്ഠത്വത്തിൽ വന്ന് പിറന്ന് നമ്മൾ ഇനിയും പുറകോട്ട് പോകണോ? അതായത് ഈ ദേവി ഉപാസകന്മാരായി പിറക്കാൻ അല്ലെങ്കിൽ ഈ സമ്പ്രദായത്തിൽ വന്ന് പിറക്കാൻ ഭാഗ്യമുണ്ടായിട്ടും നമ്മൾ അതിന്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതിന്റെ ഒരു LKG പോലെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഈ വേദപാരമ്പര്യങ്ങളും വേദാചാരങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം, അതോ ഈ കൗളവും ശാക്തേയും എന്ന് പറയുന്ന ദേവീ പാരമ്പര്യത്തിന്റെ മഹത്വം മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടേ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ പല ആശയങ്ങളും ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് വൈദികം പിൻപറ്റിയാൽ മാത്രം തന്നെയുള്ളൂ, വൈദിക പാരമ്പര്യത്തോടു കൂടി മാത്രമേ ഉള്ളൂ ദേവി ഉപാസന ചെയ്യാൻ പറ്റൂ എന്നുള്ള ചില ആശയവാദങ്ങൾ സംവാദങ്ങളൊക്കെ നിരന്തരം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് എന്തിന് പ്രത്യേകിച്ച് ശ്രീവിദ്യാ പാരമ്പര്യം, ശ്രീവിദ്യാ സമ്പ്രദായം, കൗള പാരമ്പര്യം, തന്ത്ര പാരമ്പര്യം ഒക്കെ കൈകാര്യം ചെയ്യാൻ എന്തിനാണ് വൈദിക പാരമ്പര്യത്തിന്റെ പിന്തുണ എന്ന് നിരന്തരം ചോദിക്കുകയും എന്നാൽ വേദപാരമ്പര്യത്തെ ആക്ഷേപിക്കാതിരിക്കുകയും, പലപ്പോഴും പലരും പറയുമ്പോൾ വേദപാരമ്പര്യത്തെ ആക്ഷേപിക്കും. എന്നാൽ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആചാര്യൻ എന്ന് തന്നെ പറയട്ടെ, ഈ ഒരു ആചാര്യൻ, ഈ ഒരു സാമ്പ്രദായിക സാധകൻ, അദ്ദേഹം ഒരിക്കലും വേദപാരമ്പര്യത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിനോട് നമുക്കുള്ള ഏറ്റവും വലിയ ബഹുമാനവും. കാരണം അതിനെയും ആദരിക്കുന്ന ഒരു താന്ത്രികൻ, ഒരു കൗളൻ എങ്ങനെയായിരിക്കണമെന്ന് സമ്പ്രദായം പറയുന്ന നിഷേധം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല എന്ന് കൃത്യമായി തന്ത്രം പറയുന്നുണ്ട്. ഒരു കൽപ്പസൂത്രമൊക്കെ പറയുകയാണ്. അപ്പൊ ആ ഒരു പ്രമാണത്തിൽ നിന്നുകൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ട്, എന്നാൽ ചോദ്യം ചെയ്തുകൊണ്ട്, ഈ സനാതന ഗുരു പരമ്പരയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ തനിക്ക് ചോദിക്കാനുള്ളത് സമൂഹത്തോട് ചോദിക്കുകയും ജനകീയമായ സംവിധാനത്തിലൂടെ ചോദിക്കുകയും എല്ലാവർക്കും മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തി, ഇനി കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, പൂജനീയ ജയകുമാർ ഹരിഹരൻജി എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹം ആദ്യമേ പറഞ്ഞു ആശ്രമത്തിൽ എന്നെ പൂജനീയ എന്നോ ജി എന്നോ വിളിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നമ്മെ സംബന്ധിച്ച് അദ്ദേഹം പൂജനീയനാണ്. അദ്ദേഹം ആദരസൂചകമായിട്ടുള്ള ജി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിളിക്കപ്പെടേണ്ട ആളാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും സ്വാമിമാരാണ്, എല്ലാവരും ആദരണീയരാണ്. അവരുടെ തൊഴിലോ കർമ്മമോ ഒന്നും, നമുക്ക് വിദ്യാഭ്യാസം ഒന്നും അല്ല, എല്ലാവരും ഈശ്വര സൃഷ്ടിയാണ്, എല്ലാവരും പൂജനീയരായതുകൊണ്ട് തന്നെ
ദേഹവും നമുക്ക് എല്ലാ അർത്ഥത്തിലും പൂജനീയനാണ്. അങ്ങനെയുള്ള പൂജനീയനായിട്ടുള്ള ജയകുമാർ ഹരിഹരൻജി എന്ന് പറയുന്ന ഈ ഒരു സാധകനെയാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നത്. ഹരിഹരൻജി, അങ്ങേക്ക് സ്വാഗതം. നമസ്തേ. ബാബാജിക്ക് നമസ്കാരം. കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും നമസ്കാരം. വളരെ സന്തോഷം. അപ്പോ നമ്മള് ഡയറക്റ്റ് കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള പരിചയപ്പെടുത്തലിനൊന്നും കൂടുതൽ നിൽക്കുന്നില്ല. അത് നമ്മൾ ഇടയിൽ നമുക്ക് സംസാരിച്ച് പോകാം. എന്തായാലും അങ്ങയുടെ ഗുരുപരമ്പരയെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞു. മാധവജിയുടെ പരമ്പരയാണ് പൂജനീയ ശാസ്ത്രശർമ്മ നമ്പൂതിരിപ്പാടിന്റെ ആ ഒരു ശിഷ്യ പരമ്പരയിൽ നിന്ന് അങ്ങനെ ആരംഭിച്ചു പോകുന്നു. അതിൽ തന്നെ പ്രഥമ ശിഷ്യനാണ് അങ്ങ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെന്നെ ആയാലും ശരി, ഈ ഒരു സന്ദർഭത്തിൽ ഈ ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്, ശ്രീവിദ്യാ തന്ത്ര പാരമ്പര്യം. നമുക്ക് തന്ത്രത്തിലേക്ക് കടക്കാനില്ല, ശ്രീവിദ്യയിൽ തന്നെ ശ്രീവിദ്യാ സാധന അനുഷ്ഠിക്കാൻ ഉപനയനം എന്ന് പറയുന്ന ഉപവീത ധാരണം, അല്ലെങ്കിൽ ഷോഡശ സംസ്കാരങ്ങളിലെ ഉപവീത ധാരണത്തോട് കൂടിയിട്ടുള്ള, അത് ഏതാവട്ടെ, ഏത് ഗൃഹ്യസൂത്ര പ്രകാരമാവട്ടെ, ആ ഒരു പാരമ്പര്യത്തിന്റെ ഒരാവശ്യമില്ല, അല്ലെങ്കിൽ ആവശ്യമുണ്ടോ, അത് തെറ്റല്ല, അത് തന്ത്രവിരുദ്ധമല്ലേ എന്ന് നിരന്തരം അങ്ങ് ഈ സോഷ്യൽ മാധ്യമത്തിലൂടെ, പ്രത്യേകിച്ച് അങ്ങയുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ അങ്ങ് നിരന്തരം ചോദിക്കുകയും അതിനുമായി ബന്ധപ്പെട്ട് ആരെന്തു പറഞ്ഞാൽ അങ്ങ് മറുപടി കൊടുക്കുന്നൊക്കെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ടാണ് അങ്ങ് ഇതിന്, ഈ ഒരു ശ്രീവിദ്യാ പാരമ്പര്യത്തിന് ഈ ഉപനയനം ആവശ്യമില്ല എന്ന് അങ്ങേക്ക് തോന്നുന്നത് എന്താണ്? അങ്ങയുടേതായ വാക്കുകളിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആർഗ്യുമെന്റ് എന്താണെങ്കിലും അത് പറയാം. തന്ത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ചോദ്യം പരിശോധിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് വൈദിക സമ്പ്രദായത്തിലും അവസാനിക്കുന്നത് കൗള സമ്പ്രദായത്തിലാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം, ഈ കൗള സമ്പ്രദായത്തിലുള്ള മഹാവിദ്യകളിലേക്ക് പ്രവേശിക്കാൻ എന്താണ് യോഗ്യത എന്ന് നോക്കുമ്പോൾ നമ്മൾ പശുവാചാരത്തിൽ നിന്നും വീരാചാരം വരെ കാണുന്നുണ്ട്. ദിവ്യാചാരം ആർജിക്കേണ്ട ഒന്നാണ്. അത് നമുക്ക് പ്രവേശിക്കാവുന്ന ഒന്നുമില്ല, നമ്മൾ ആർജിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തില് ഏകദേശം 80% ഇല്ലെങ്കിൽ 90% വരുന്ന ജനങ്ങള് അവരൊരു സമ്പ്രദായം സ്വീകരിക്കുന്നതിന് മുമ്പ് അവർ ഇപ്പൊ എവിടെയാണ്? അങ്ങനെ നമ്മൾ അതിനൊന്ന് അവലോകനം ചെയ്യുമ്പോൾ കാണുക, അവര് പശുവാചാരത്തിലല്ല. അവര് ഏതാണ്ട് വീരാചാരം തുടങ്ങുന്നത് ദക്ഷിണത്തിലും പിന്നെ വാമത്തിലും പിന്നെ സിദ്ധാന്തത്തിലും പിന്നെ കൗളത്തിലുമാണല്ലോ. ഏതാണ്ട് ഈ സിദ്ധാന്താചാരത്തിന്റെ ആ ഒരു തലത്തിൽ നിൽക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലുള്ള ശാക്തേയരോ ഈ ശൈവ പാരമ്പര്യങ്ങളിലെ തന്നെ വീരപരമ്പരകളോ, ഇപ്പൊ കരിയാത്തനോ ചാത്തനോ അങ്ങനെയൊക്കെയുള്ള മലവേടൻ, മലനായാടി, ഇങ്ങനെയൊക്കെയുള്ള അത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും ദേവത ആവേശിക്കുന്ന ആ സ്വഭാവത്തിലുള്ള ആരാധനകൾ നിൽക്കുന്നത് ഈ വൈദികാചാരത്തിലും വളരെ മുകളിലാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ഈ മുകളിലാണ് എന്ന് പറയുന്നത് ഈ ഒരു വീക്ഷണകോണിക്കൂടെ നോക്കുമ്പോഴാണ് കേട്ടോ. വൈദികർക്ക് അവരുടെ വീക്ഷണകോണിക്കൂടെ നോക്കുമ്പോൾ പരമോന്നതിയിൽ നിൽക്കുന്നത് അവരുടെ ആചാരമാണ്. അതിൽ തന്നെ വേദാന്തികൾക്ക് അവരുടെ ആചാരമായിരിക്കും. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്? നമ്മൾ സംസാരിക്കുന്നത് സാധാരണഗതിയിൽ കാളിയോ നീലിയോ ചാത്തന്മാരോ കരിയാത്തനോ ഒക്കെ സ്വന്തം പിതൃപാരമ്പര്യത്തിലുള്ള ആളുകളോടാണ്. അപ്പോൾ അവരുടെ ആ ഒരു പാരമ്പര്യ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ അവർക്ക് പൂണൂലിടണമെങ്കിൽ അവർ വളരെ പടികൾ താഴത്തേക്കാണ്. ഈ ആധ്യാത്മികത ഇരിക്കുന്നത് ഒരുതരം സംസാര ശൈലിയിലോ പ്രസന്റേഷനിലോ ഒന്നുമല്ല. അതിരിക്കുന്നത് ഉള്ളിൽ ആർജിച്ച ആ സത്വത്തോടുള്ള അടുപ്പത്തിലാണ്. ആ സത്വം ശരീരത്തിൽ പ്രകാശിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആ അടുപ്പത്തിന്റെ ഒരു പരമകാഷ്ഠയാണ്. അങ്ങനെയുള്ളവർക്ക് കൗളമാർഗത്തിൽ പ്രവേശിക്കാൻ വീണ്ടും താഴത്തോട്ട് പോകുന്നതിന്റെ ഒരാവശ്യകതയും എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, ഈ കൗളമാർഗം വാസ്തവത്തിൽ വളരെ ലളിതമാണ്. അതിലേക്കുള്ള പ്രവേശികയുടെ
ആത്യന്തികമായിട്ട് ആർക്കാണ് അതിനുള്ള അധികാരം എന്ന് ചോദിച്ചാൽ ആന്തരിക ശുദ്ധി കൈവന്നവർക്കാണ്. ഒഴിക്കുന്നത് സ്വീകരിക്കാൻ പാകത്തിൽ പാത്രം ഒഴിഞ്ഞ ആളുകൾക്കാണ്. പാത്രം ഇങ്ങനെ മുകളിൽ പറയുന്ന തുളമ്പി നിൽക്കുന്നവരുടെ അകത്തേക്ക് ഒഴിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ചില സ്തോത്രങ്ങളിലൊക്കെ നമ്മൾ കാണാം, ചില ഈ ഈ കൗളാചാരത്തിന്റെ തന്നെ ചില പുസ്തകങ്ങളിൽ കാണാം. ബ്രാഹ്മണൻ പാലുകൊണ്ട് തർപ്പിക്കണം, ക്ഷത്രിയൻ അതുകൊണ്ട് മറ്റെന്താ നെയ്യ് കൊണ്ട് തർപ്പിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണാം. ദീക്ഷ കഴിഞ്ഞ ആള് പിന്നെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒന്നുമല്ല. ദാറ്റ് മീൻസ് അവരാ ചുവട് കുറച്ചു കൊണ്ടുവരികയല്ല, ആ ഭാരം അങ്ങനെ തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അതിലും എല്ലാം എത്രയും സുതാര്യവും ലളിതവുമായിട്ടുള്ളൊരു പാതയാണ് കൗളമാർഗം. അതിലേക്ക് കൂടുതൽ സങ്കീർണതകൾ കൊണ്ടുവരാതെ അതിനെ അതായിട്ട് കാണുകയും അതനുഷ്ഠിക്കുകയും ഇതിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങയോടൊരു ചോദ്യം ഇപ്പൊ അങ്ങ് പറഞ്ഞു, എന്താ പറയുക, ഇപ്പൊ സാധാരണക്കാർക്ക് ഇപ്പൊ ഈ പശുവാചാരം, വീരാചാരം, കൗളാചാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേദാചാരം, പശുവാചാരം, താന്ത്രികന്റെ വീക്ഷണത്തിൽ വേദാചാരം പശുവാചാരമാണ്, വൈഷ്ണവാചാരം പശുവാചാരമാണ്. എന്നിരുന്നാൽ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ എന്താണ് ഈ പശുവാചാരം, എന്താണ് ഈ വീരാചാരം അല്ലെങ്കിൽ കൗളാചാരം, ഇതൊന്നും ജസ്റ്റ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് ഈ വേദമൊക്കെ പറയുമ്പോൾ അത് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ചോദിക്കുന്ന ചോദ്യം. സാധാരണ നമ്മുടെ ഈ പറയപ്പെടുന്ന പാരമ്പര്യം അങ്ങനെ പറഞ്ഞു സിദ്ധാന്താചാരത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടുത്തെ മാടനെയും മർദ്ദനെയൊക്കെ ആരാധിക്കുന്നത് പറഞ്ഞത്. പക്ഷെ അത്തരം ആളുകൾക്ക് ഒരു ഉള്ളിൽ തോന്നുകയാണ് ഞങ്ങൾക്കൊന്ന് വേദം പഠിച്ചാൽ കുഴപ്പമില്ല, അറിയാം, അറിവ് നേടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മറിച്ച് ആ പാരമ്പര്യം ഉത്കൃഷ്ടമാണെന്ന് തോന്നിയിട്ട് കാളിക്ക് വേണ്ട ആരാധന എവിടെ കൊണ്ടുപോയി നടക്കും, ശാത്തിന് കൊടുക്കേണ്ട വേറെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് അറിയണം എന്താണ് ഈ പശുവാചാരം. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സമ്പ്രദായ മാറ്റം വരുത്തി ജ്യോത്സ്യന്മാരെ വാക്കിയിട്ട് വൈഷ്ണവീകരിക്കുമ്പോൾ, വൈദികവൽക്കരിക്കുമ്പോൾ അവര് ചെയ്തത് പശുവാചാരമാണോ അത് എന്താചാരം എന്ന് അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങയോട് ചോദിക്കുന്നത്. എന്താണ് പശുവാചാരം, എന്താണ് വീരാചാരം, അതിന്റെ എങ്ങനെയാണ് ഈ കൗളത്തേക്ക് കടക്കുന്നത് നമ്മുടെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുന്നത്. പശു എന്ന് പറഞ്ഞാൽ പാശത്താൽ വല്ലാതെ കെട്ടപ്പെട്ട ആളാണ് പശു. ഓക്കെ, അതായത് തീരെ എന്തെന്നാ പറയുക, ഒരു ഇന്റേണൽ ലോക്കസ് ഓഫ് സ്റ്റാൻഡി ഇല്ലാത്ത ആളുകൾ. അവരെ നിയന്ത്രിക്കുന്നതെല്ലാം ബാഹ്യമായിട്ടുള്ള കെട്ടുപാടുകളാണ്, ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ, ബാഹ്യമായിട്ടുള്ള ചെയ്യാവുന്നത് ചെയ്യാൻ പാടില്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാൽ വല്ലാതെ മുറുക്കപ്പെട്ട ആളുകളെയാണ് ഈ പശുവാചാരികൾ എന്ന് പറയുക. അവർക്ക് ഈ ശുദ്ധാശുദ്ധങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. ദേവതയൊക്കെ അവരുടെ സ്വന്തം ശരീരത്തിൽ ആവാഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അചിന്ത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ദേവത വേറെ, അവനവൻ വേറെ എന്നൊക്കെയുള്ള ഒത്തിരി കെട്ടുപാടുകൾ കിടക്കുന്ന മനുഷ്യരെന്ന് വിചാരിക്കാം. വീരാചാരികൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോ ഈ ദേവതയെ അല്ലെങ്കിൽ സ്വയം ദേവതയായി പരിണമിക്കുന്ന ആളുകളാണ് ഞാൻ കാളിയാണെന്നൊക്കെ പണ്ട് ഉറഞ്ഞു തുള്ളുന്ന കോമര സങ്കല്പമൊക്കെ. അപ്പോ അതിന് കഴിയാത്ത അതിന്റെ ആദ്യ പടിയാണോ ഈ ദേഹശുദ്ധി എന്നൊക്കെ പണ്ട് ഇപ്പോ പുരോഹിതന്മാർ ഇപ്പൊ ഇത്തരം ആളുകളൊക്കെ ചെയ്യുന്നത് ഞാൻ ദേവതയാകുന്നു എന്ന് സങ്കല്പിക്കുന്നു, പക്ഷെ അവർക്ക് ആ ദേവത പ്രകടമായിട്ട് അവർക്കാണ് വരുന്നില്ല. അപ്പൊ ആ ഒരു നമ്മൾ ക്ഷേത്ര പൂജയിലൊക്കെ ചെയ്യുന്ന ദേഹശുദ്ധിയൊക്കെ സ്വാഭാവികമായിട്ടും ആ ആവേശനം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണോ? വാസ്തവത്തിൽ നമുക്കത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് ഈ ദേഹശുദ്ധിയൊക്കെ വൈദികാചാരം അല്ല. അത് ചോദിച്ചു വന്നത് അതിന്റെ ഒരു ആദ്യ പടിയാണോ? കാരണം ഇപ്പൊ നമ്മൾ അംഗന്യസിച്ചുകൊണ്ട് നമ്മൾ ഞാൻ ദേവൻ ഭൂത്വ, ഞാൻ ദേവനാകുന്നു എന്ന് സങ്കല്പിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ അങ്ങനെ ഈ മറ്റേ നമ്മുടെ ദേവസ്വം മന്ത്രി, കഴിഞ്ഞ ദേവസ്വം മന്ത്രി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അങ്ങയുടെ ഒരു ഇത് കാണുകയുണ്ടായി. ആ ഒരു ടച്ച് ചെയ്യാത്തത് മാറ്റപ്പെടേണ്ടതാണ് എന്ന് അങ്ങയുടെ അഭിപ്രായം നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ മാറ്റപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ദേവം ഭൂത്വ എന്ന സങ്കല്പത്തിൽ പറഞ്ഞ ദേഹശുദ്ധി ചെയ്യുമ്പോഴും താൻ ദേവനായി എന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈശാവാസ്യമിതം സർവം, അതായത് ദൈവങ്ങൾ എല്ലായിടത്തും ഉണ്ടേ തോന്നിട്ട് മന്ത്രിയെ തൊടാമായിരുന്നു. എന്നാൽ അതിക്ക് എത്താത്തത് ഇവരുടെ പശുഭാവമാണോ എന്നാണ് നമ്മളെ ചോദിച്ചതിന്റെ ഒരു സാമാന്യ പൊരുൾ. തീർച്ചയായിട്ടും പറയട്ടെ, നമ്മുടെ പ്രേക്ഷകരെ എളുപ്പത്തിൽ രാഷ്ട്രീയത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത് രാഷ്ട്രീയ സംവിധാനത്തിലുള്ള സംസാരമല്ല, നമ്മൾ ആചാര വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ണിലൂടെ കാണുന്ന പ്രേക്ഷകരോട് പറയാണ് അങ്ങ് പറഞ്ഞോളൂ.
മാത്രമല്ല മന്ത്രിയുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കാത്ത ആളുമാണ് ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ മന്ത്രിയെയാണ് അനുകൂലിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഏറ്റവും ഈ അനുഷ്ഠാനത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള തലമാണ് പ്രാണൻ. പ്രാണന്റെ സ്പർശമുള്ള ഒരു സാധനമാണ് വായു. ആ ഒരേ വായു രണ്ടുപേര് ശ്വസിക്കുമ്പോൾ കൈകൊണ്ട് തൊട്ട് സ്പർശിച്ചാൽ അശുദ്ധി വരും എന്ന് കരുതിയാൽ അയാൾക്ക് ആ പ്രാണനുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളത് ഞാൻ ആലോചിച്ചു പോവുക. അതായത് ആ പ്രാണനെ മനസ്സിലാക്കാൻ വേണ്ട എന്തെന്നാ പറയുക, ആ ക്ഷമത ആർജിച്ച ഒരാൾക്ക് അത് മനസ്സിലാവും. ഒന്നല്ലെങ്കിൽ ആ പ്രാണൻ അങ്ങനെ ടച്ച് ചെയ്യാത്ത തരത്തിൽ മാറി നിൽക്കണം അദ്ദേഹം. അതല്ലെങ്കിൽ മറ്റൊരാളുടെ ശ്വാസം അവനവന്റെ ശ്വാസത്തിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ കൈകൊണ്ട് തൊടില്ല എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു അടിസ്ഥാന തത്വമാണ് എല്ലാം ഈശ്വരനാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഓക്കെ, പിന്നെ എന്ത് ആധ്യാത്മികതയാണ് അതിൽ? അനുഷ്ഠാനം ഉണ്ടാകാം, പൗരോഹിത്യ പാരമ്പര്യം ഉണ്ടാകാം, പക്ഷെ ഇതിൽ ആത്മീയതയുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം. അവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമുക്കറിയാം കൗളം പറയുന്ന നേരത്തെ ഭഗവാൻ പ്രതിമാ സ്വൽപ്പ ബുദ്ധീനാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രത്തെ നമ്മൾ അങ്ങോട്ട് എടുക്കുകയെന്ന് കരുതുക. അങ്ങനെ പറഞ്ഞു, ഈ കൗളം ആരംഭിക്കുന്നത് ദക്ഷിണാചാരത്തിൽ തന്നെയാണ് എന്ന് പറയണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും വീരാചാരം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങേപോലെ സാധകന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഇത് ഇവരുടെ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ പറയുന്ന പദ്ധതിയുടെ ആദ്യപടിയാകുന്നത് കൊണ്ടല്ലേ ഇവർക്ക് ഈ പശുത്വം വന്നത്, അതായത് അൺടച്ചബിലിറ്റി ചിന്ത വരുന്നത് ഈ പശുത്വം ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പൊ അങ്ങ് പശുവാചാരത്തെ കുറിച്ച് പറയുമ്പോൾ ആ പശുത്വം അവരിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ ഭേദബുദ്ധി തോന്നുന്നതും ഒക്കെ. അതുകൊണ്ട് അവർക്ക് വളർച്ചയില്ലാത്ത സാധകർ. അതാണോ പശുവാചാരമായിട്ട്, അല്ലെങ്കിൽ പശുവാചാരത്തിന്റെ ചില ആളുകളെ കുറിച്ച് അങ്ങ് പറഞ്ഞത്? ആ ഒരു കാഴ്ചപ്പാട് കൂടി അതിന്റെ ഭാഗമാണോ? ഇതില് ദക്ഷിണാചാരം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ ഈ കേരള സമ്പ്രദായത്തിൽ കഴിക്കുന്ന പൂജയല്ല. ദക്ഷിണാചാരത്തിൽ അതല്ലെങ്കിൽ ചന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഏത് ആചാരത്തിലും സാധാരണ നിലയിൽ സമൂഹത്തിൽ ഉപയോഗിച്ചു കൂടാത്ത വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാമാചാരത്തിലൊക്കെ ഉള്ള പോലെയുള്ള ചില വസ്തുക്കൾ എല്ലാം ഉള്ള ഒരു ആചാരമാണ് ദക്ഷിണാചാരം. ഞാൻ ആ വസ്തുക്കളുടെ പേരൊന്നും പറയുന്നില്ല. ഈ മറിച്ച് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന പൂജ ദക്ഷിണാചാരമാണ് എന്നുള്ളൊരു നിർവചനം വരുന്നുണ്ട്. അത് ദക്ഷിണാചാരം അല്ല. അത് ഒരുതരം ഈ തന്ത്രാഗമങ്ങളിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ എടുത്ത് അതിൻ്റെ കൂടെ കുറെ വൈദിക സൂക്തങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത് സമുച്ചയങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആ സമുച്ചയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തന്ത്രത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് അത് ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് പ്രവഹിക്കുന്ന ഒന്നാണ്. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു തരം അവിയൽ പരുവത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് ഗുരുവിന് പകരം ഒരു തന്ത്രിയെയും ശിഷ്യന് പകരം തന്ത്രിയുമായി യാതൊരുവിധ ആധ്യാത്മിക ബന്ധവും ഇല്ലാത്ത കുറെ ഭക്തന്മാരെയും സൃഷ്ടിക്കുകയാണ്. അവിടെ അപ്പൊ ഈ ക്ഷേത്ര സംവിധാനം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ഷേത്ര സംവിധാനങ്ങളൊന്നും ഇപ്പൊ നമുക്കറിയാം, ഈശാന ഗുരുദേവ പദ്ധതിയൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ സത്യം കൊണ്ട് ശൈവ പാരമ്പര്യത്തിന്റെ ഗ്രന്ഥം എന്ന് പറയാം, ബ്രഹ്മയാമളം ശാക്തേയ പാരമ്പര്യത്തിന്റെ എന്ന് പറയാം. അങ്ങനെ ഓരോന്ന് ഇപ്പൊ പത്മസംഹിത എന്തോ ആവട്ടെ, അതൊക്കെ ഓരോ പാരമ്പര്യത്തിന്റെ എന്ന് പറയുമ്പോൾ ആ ഒരു വിധാനം ഇവിടെ ഇല്ലാതെ സത്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ തന്ത്ര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വാക്കിന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങോട്ട് പറയണത് തെറ്റാണെങ്കിൽ തിരുത്തണം. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തന്ത്രം എന്ന് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണോ അങ്ങ് പറയുന്നത്? തന്ത്രം എന്ന പേരിൽ ചെയ്യുന്നത് പൂർണ്ണമായും തന്ത്രമല്ല എന്നാണോ അങ്ങ് പറയുന്നത്? എന്ന് ഞാൻ പറയില്ല. അതില് തന്ത്രത്തിന്റെ അംശങ്ങൾ വലിയ അളവിലുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ക്ഷേത്രങ്ങളുടെ ഈ ആദ്യത്തെ ഉദ്ദേശം എന്തായിരുന്നു? വാസ്തവത്തിൽ കേരളത്തിൽ എങ്ങനെയാണ് ഈ സമുച്ചയ ഇത് പ്രകാരമുള്ള ക്ഷേത്രങ്ങൾ വന്നത്? അത് ബ്രാഹ്മണർക്ക് അവരുടെ ഈ വേദം അഭ്യസിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. അതൊരു എല്ലാവർക്കും അതിന്റെ ഘടന കണ്ടാൽ തന്നെ അറിയാം, എല്ലാവർക്കും സുഖമായിട്ട് വന്ന് തൊഴുതു പോകാനുള്ള ഒരു അവസ്ഥയിലല്ല അത് പണിതേക്കുന്നത്.
ആ, ആ, ശ്രീകോവിലിനുള്ള പോലെ തന്നെ പ്രാധാന്യം അതിൻ്റെ മുമ്പിലുള്ള മണ്ഡപത്തിലും ഉണ്ട്. അവിടെ കയറിയിരുന്നാണ് ഒരു വേദം ജപിക്കുക, ഇല്ലേ? ആ, അങ്ങനെ അതിനെ എന്തെന്നാ പറയുന്നത്, ഒരു പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലത്തിൽ അതിനെ തുറന്നു കൊടുക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങള് ഈ ആധ്യാത്മിക അഭ്യാസ കേന്ദ്രങ്ങൾ എന്നതിൽ ഉപരിയായിട്ട് അധികാരത്തിന്റെയും സമൂഹത്തിലുള്ള അപ്രമാദത്തിന്റെയും ചിഹ്നങ്ങളായി മാറി. പക്ഷെ ഈ തന്ത്രവിധി പ്രകാരം പുറം മതിൽ വരെ അശുദ്ധിയുള്ളൂ, അതിനപ്പുറത്തുകൂടി ശവം കൊണ്ടുപോയാലും അശുദ്ധിയില്ല. പക്ഷേ അതിന് ചുറ്റുമുള്ള വഴികൾ വരെ കൊട്ടിയടക്കപ്പെട്ടു. അങ്ങനെ കൊട്ടിയടച്ചതിന്റെ പ്രമാണം തന്ത്രമല്ല, സ്മൃതികളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്ന എന്തെന്നാ പറയുക, അവസാനം വന്ന് ഒരു ഭക്തിയുടെ കേന്ദ്രമായി നല്ലത്, ഒരു സാമൂഹ്യ കേന്ദ്രമായി എന്നുള്ളത് നല്ലത്. ഒരു ഗ്രാമത്തിന്റെ ഘടന എടുത്താൽ അതിനൊരു ആധ്യാത്മിക പ്രഭവസ്ഥാനം ഒരു ഗ്രാമക്ഷേത്രത്തിനുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ അവിടെ ഈ പറയുന്ന എന്തെന്നാ പറയുന്നത്, നമ്മൾ ഈ സെമറ്റിക് മതങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു പുരോഹിതനും കുറെ ഭക്തന്മാരും അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഒരു താന്ത്രിക കാഴ്ചപ്പാട്. ഇവിടെ അങ്ങ് പറഞ്ഞത് താന്ത്രിക ഈരാരാധനയെ കുറിച്ച് ചോദിക്കുന്നത് തൊട്ട് മുമ്പ് തന്നെയാണ്. അങ്ങ് ഇപ്പൊ പറഞ്ഞു എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിലേക്ക് വേണമെങ്കിൽ പൊതു ഇടമല്ല, പൊതു ആരാധന കേന്ദ്രമല്ല ക്ഷേത്രം, ഒരു കുടുംബത്തിന്റെ ഒരു സാധകനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയത് തന്നെയാണ്. അല്ലെങ്കിൽ ബ്രാഹ്മണർ കുറച്ചാൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനോട് നടന്ന സംശയം, അല്ലെങ്കിൽ രമണെന്നല്ല, അതാത് പദ്ധതിയുടെ ആളുകൾ. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു ഇത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുകൂടെ ശവം കൊണ്ടുവരും മറ്റുള്ള അല്ലെങ്കിൽ ആളുകൾ നടക്കുമ്പോൾ അതൊരു തെറ്റായ ഒരു കാര്യമായിട്ട് വീക്ഷിച്ചതും, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന്റെ മൂല്യച്യുതി സംഭവിച്ചത് തന്ത്രത്തിന്റെ ഭാഗമായിട്ടല്ല, അത് സ്മൃതികളുടെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു ധർമ്മത്തിന്റെ മൂല്യച്യുതിക്ക് കാരണം ഈ പറയുന്ന ആ ഓരോ കാലഘട്ടത്തിലുണ്ടായ സ്മൃതി പിന്നീട് കൊടുന്ന് വെച്ചതാണ് എന്ന് പറയാൻ പറ്റും. അതാണോ ശരി? ഹിന്ദു ധർമ്മത്തിൽ ഇന്നും നിലനിൽക്കുന്ന, ഇന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ അനൈക്യം ഉണ്ടാക്കുന്ന ഒക്കെ ഐക്യപ്പെടാറുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ, ഐക്യപ്പെടുന്ന ഒരുപാട് വിഷയമുണ്ട്. പക്ഷെ അതിനെയൊക്കെ അടക്കി ഭരിക്കുന്ന സംവിധാനത്തോടു കൂടി ഒരു ഹിന്ദു എന്ന് പറയുമ്പോൾ അതിന്റെ നിയമങ്ങൾ നിശ്ചയിക്കുന്നത് ഈ വേദം കൂടി, വേദത്തിൽ സത്യത്തിൽ ഇങ്ങനെ നിയമങ്ങളില്ല. വേദത്തിൽ ഈശ്വര സ്തുതികൾ, ഈശ്വരാചാരപരമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ സ്മൃതികളിലാണ് ധർമ്മ വ്യവസ്ഥകളും വർണ്ണാശ്രമ വ്യവസ്ഥകളും ജാതി നിയമങ്ങളൊക്കെ സ്മൃതികളിലാണ്. ഈ നിയമങ്ങൾ എല്ലാവരുടെയും തലക്കിട്ട് അതിനെ ഇതിലേക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന്റെ മൂല്യച്യുതിക്ക് ആധാരം ഈ സ്മൃതി മാറ്റം വരുത്തേണ്ട സ്മൃതി നിയമങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ളതാണോ? അതാണോ അങ്ങ് പറഞ്ഞതിന്റെ ഒരു സാമാന്യ പൊരുൾ അങ്ങനെ എടുക്കാൻ? ഇതിൽ ഒരു ബേസിക് കാര്യം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ വന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് ഈ സമാജത്തില് ഈ കൽപ്പാന്തകാലം മുതലേ ഒന്നും ഉള്ള കാര്യമല്ല. ഇപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞ ഒരു 10-ാം നൂറ്റാണ്ടിന് ശേഷമായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഇത് ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ബ്രാഹ്മണർ സൃഷ്ടിച്ചതല്ല. കാക്കത്തൊള്ളായിരം രാജാക്കന്മാരുണ്ട്, ഒരു 2 പഞ്ചായത്ത് ഉള്ള സ്ഥലം തികച്ചുണ്ടാവില്ല. അപ്പോ അവർക്ക് അവരുടെ അധികാരം ഊട്ടിയുറപ്പിക്കണം. തൊട്ടപ്പുറത്തുള്ള രാജ്യവും ഇപ്പുറത്തുള്ള രാജ്യവും ഈ രാജ്യത്തിനെ കണ്ണുവെക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ തന്നെ അകത്തുള്ള ആളുകൾ കണ്ണുവെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യുക? ആത്യന്തികമായ അധികാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബരിമലയിലെ തന്ത്രി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള മുഖ്യമന്ത്രിക്കും അക്കാര്യത്തിൽ വഴങ്ങേണ്ടി വരും. അതാണ് ഇതിന്റെ ഒരു അധികാര വശം. അത് പറയുന്നത് വശത്തിലൊന്നും പറയണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. അപ്പോ ഇതിനു വേണ്ടിയാണ് ഈ പലപ്പോഴും ക്ഷേത്രങ്ങളെല്ലാം എന്താ പറയുക, ഈ സമുച്ചയ പദ്ധതിയിലുള്ള വലിയ ക്ഷേത്രങ്ങളായത്. ചില കാവുകളെല്ലാം ഈ പറയുന്ന പോലെ എന്താ പറയുക, ആചാര ബഹിഷ്കൃതമായത്. മലബാർ മേഖലയിലുള്ള ഒരു വലിയ കാവിൽ ഇന്നും അവിടുത്തെ തന്ത്രി ആ തട്ടകത്തിൽ ഇറങ്ങിയാൽ പ്രായശ്ചിത്തം ചെയ്യണം, ആചാരം മാറ്റിയത്. ഓക്കെ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അവിടെ ആചാരബന്ധമായിട്ടുള്ള ക്രിയകൾ ചെയ്യുന്ന ആളുകൾ ബഹിഷ്കൃതമായി അതിനെതിരെ ശരീരത്യാഗത്തിന് വരെ തയ്യാറായി പ്രതിഷേധിച്ച കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടത് ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. അടിസ്ഥാനപരമായി അധികാരം ഉറപ്പിക്കാനുള്ള പ്രക്രിയയിലെ നിർണായക കണ്ണികളായിട്ട് ഈ
സമുച്ചയ പദ്ധതിയുടെ പ്രയോക്താക്കൾ മാറി. ഇവിടെ അങ്ങനെ സംജു ഒരു കാര്യം പറഞ്ഞു അങ്ങ് കണ്ടിന്യൂ ചെയ്യൂ. അങ്ങനെ വന്നപ്പോ നമ്മളുടെ കർഷക തൊഴിലാളി പോയി അരിവാളുരച്ച് അതായത് ആ കർഷക തൊഴിലാളിക്ക് വെളിപ്പെട്ട ചൈതന്യത്തിനെ പൂജിക്കാൻ മറ്റു വിധാനങ്ങൾ ഉണ്ടാകുകയും ഈ ഇതേ ആള് തന്നെ ക്ഷേത്രത്തിന്റെ പുറംമതിലിന് പുറത്താകുകയും ചെയ്തത് അതുകൊണ്ട് അതിന്റെ ഇടയിൽ പ്രവർത്തിച്ചത് ആധ്യാത്മികതയല്ല, അധികാരത്തിന്റെ വടംവലികളാണ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താണോ അത് നമ്മൾ അതിനെതിരെയാണ് ഇവിടെ ഒരു പോരാട്ടം നടന്നതെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും ആ അധികാരത്തിലുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ വിഭാഗം ഒരു വ്യക്തിയല്ല, ആരാണോ മേൽക്കോയ്മ സിദ്ധാന്തം പിൻപറ്റി അവര് വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന അധികാരത്തിന്റെ ഒരു കാഴ്ച. അതായത് നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഇന്നത്തെ പൊളിറ്റിക്സ് അല്ല, എന്നിരുന്നാൽ പോലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതെ, അതിനൊരു നല്ല പരിഹാരമായിരുന്നു പാലിയം വിളംബരം. അതുപോലെ തന്നെ ആലുവ ശിബിരത്തിൽ നിന്നും തുടങ്ങിയ വലിയ സംരംഭങ്ങള്, ശങ്കരാചാര്യര് വന്ന് ഇവിടെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ച് അങ്ങനെ ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ള ഒരു സങ്കല്പം, ബ്രാഹ്മണ്യം കർമ്മം കൊണ്ടാണ് ജന്മം കൊണ്ടല്ല എന്നുള്ളൊരു സങ്കല്പം, അതൊക്കെ ഒരു ആ അധികാര ഘടനയെ ഒന്ന് മാറ്റാനും ജനാധിപത്യവൽക്കരിക്കാനും വളരെ നല്ലൊരു സംരംഭമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വലിയ മാറ്റങ്ങൾക്ക് ചെറിയ താല്പര്യങ്ങൾ എന്നും വലങ്ങുതടിയാണ്. ചെറിയ താല്പര്യങ്ങൾ എപ്പോഴും, വലിയ മാറ്റങ്ങളെ എപ്പോഴും തടയുന്നത് ചെറിയ താല്പര്യങ്ങളാണ്. അത് ഇന്നിപ്പോ എന്തെന്നാ പറയുക, ഈ കാവുകളെ വരെ വളരെ കാവുകളെ സമാജങ്ങളെയൊക്കെ ഒന്നടങ്കം ബാധിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിൽ നിന്നും രക്ഷയ്ക്കുള്ളൊരു മാർഗം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗ്രാമക്ഷേത്രമാണ്. ആ തട്ടത്തിലുള്ള എല്ലാവർക്കും അതിനോട് ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ ഈ പറയുന്ന പോലെ പണ്ടുകാലം മുതലേ ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും കൊടിക്കേറ് കൊടുക്കുക ദീവനാണ്. പഴയ കാലത്താണെങ്കിൽ തന്നെ കൊടിക്കേറ് ഉത്സവത്തിന് കൊടികയറണമെങ്കിൽ ദീവനം കൊണ്ടുപോയി കൊടിക്കയർ കൊടുക്കണം. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കൊടിക്കയർ അമ്പലത്തിന് പുറത്തു വെക്കണം, ശാന്തി വന്ന് വെള്ളം തടിച്ച് എടുക്കും. ഓക്കെ. പക്ഷേ ഇന്ന് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതെല്ലാം എന്താ പറയുക, ഒരു തരം പൊള്ളയായ ഇതിലേക്ക് മാറുകയും കൂടുതൽ, അതേപോലെ തന്നെ വെളിച്ചപ്പാടുകൾ, അവിടെ മറ്റ് അധികാരമുള്ള ആളുകൾ, ഇപ്പോൾ ശബരിമലയിലൊക്കെ ആണെങ്കിൽ എത്ര വ്യത്യസ്ത അധികാരങ്ങളുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പുറകെ ഇങ്ങനെ പുറത്തോട്ട് പോയി ഒരു വിഭാഗത്തിന്റെ മാത്രമാകെ അത് ഒരു എന്താ പറയുക, ഒരു ജാതി പാരമ്പര്യത്തിന് അടിപ്പെടുകയും ചെയ്യുന്നത് എത്രമാത്രം സമാജത്തിന് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലതാണ് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആശുപത്രികളിലെ തിരക്കാണ് നമ്മളിപ്പോൾ അമ്പലങ്ങളിലും കാണുന്നത്. ആശുപത്രിയിലെ തിരക്ക് ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല. ഇന്നത്തെ അമ്പലങ്ങളിലെ തിരക്ക് എത്രമാത്രം ആധ്യാത്മിക ആരോഗ്യത്തിന്റെ, മാനസിക ആരോഗ്യത്തിന്റെ ഒക്കെ ലക്ഷണമാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ സ്വാമിജി, പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു ആരംഭം എന്ന് പറഞ്ഞാൽ പശുവാചാരത്തെ കുറിച്ചായിരുന്നു. അപ്പൊ പശുവാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശമുള്ളവര്, കെട്ടുപാടുകൾ, അയ്യോ പാവം, അനാവശ്യ കരുണ, അനാവശ്യമായിട്ടുള്ള ദുഃഖം, ആവശ്യത്തിനൊക്കെ വേണം, ഇതൊക്കെയുള്ള ആളുകൾ, കെട്ടുപാടിൽ കിടക്കുന്ന ആളുകളാണ് പശു എന്നങ്ങ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ താന്ത്രികന്റെ ഇപ്പൊ ഈ വെച്ചാരാധന, ബലിയാചാരങ്ങളൊക്കെ ചെയ്യുന്ന പാരമ്പര്യങ്ങൾ ഏത് സമൂഹമാവട്ടെ, അത്തരം ആളുകളെ സംബന്ധിച്ചിട്ട് അതല്ലാത്തതൊക്കെ പശുവാചാരമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ, അത് അവരെ സംബന്ധിച്ച് ഒരു പശുവാചാരമായിട്ട് വൈദികാചാരം പശുവാചാരമായിട്ട് എടുക്കുക. അത് അങ്ങനെയാണോ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വീരാചാരം, ഈ വീരാചാരത്തിൽ നിന്ന് ഈ പശുവാചാരത്തിനുള്ള മാറ്റം എന്നങ്ങ് പറയും? ഈ ആരാണ് വീരൻ? വീരൻ എന്ന് പറഞ്ഞാൽ ഈ പാശങ്ങളെ ഭേദിച്ച് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാഹസം ചെയ്യുന്ന ആളുകളാണ് വീരന്മാര്. ദേവത ആവേശം എന്ന് പറഞ്ഞാൽ ഒരു സാഹസം തന്നെയാണ്. ഏതെങ്കിലും ഒരു തലത്തില് അത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കറിയാം, ആ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്ന ഒരു നിമിഷം സത്യത്തിൽ മരണത്തെയാണ് ഫേസ് ചെയ്യുന്നത്. ഒരു മരണതുല്യമായ ഒരു അനുഭവമാണത്.
അത് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു തലത്തിൽ അത് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാതെ അവര് പൂജ ചെയ്യാനിരിക്കും എന്ത് ചെയ്യുന്നു, അവരുടെ മന്ത്രങ്ങൾ എങ്ങനെയാണ്, അവർക്ക് ഭാഷാശുദ്ധി ഉണ്ടോ, ഇങ്ങനെ ഈ മാനദണ്ഡങ്ങളൊന്നും വെച്ചല്ല പറയുന്നത്. ആ പാശത്തെ ഭേദിക്കാൻ സാഹസം ചെയ്യുന്ന ആളുകളാണ് വീരന്മാർ. ആ നിലയ്ക്ക് ഉയർന്ന തലങ്ങളിലുള്ളവരാണ്. പക്ഷേ ആ ഉയർച്ച ഒരു പക്ഷേ അവർ സ്വയം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നില്ല. മനസ്സിലാക്കിയിട്ടുണ്ടാകണമായിരുന്നെങ്കിൽ അവരൊന്നും ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് സ്വാതന്ത്ര്യത്തിനൊക്കെ മുൻപുള്ള ആ ഒരു അധികാര ഘടനയില് ഇങ്ങനെ താഴ്ത്തപ്പെട്ടു പോകില്ലായിരുന്നു. അതായത് കയ്യിൽ വജ്രായുധം വെച്ചിട്ട് മറ്റേ തോട്ടിയെടുത്ത് കാണിക്കുമ്പോൾ അയ്യോ യജമാനെ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ ആ വജ്രായുധം ഉണ്ട്. അത് ഏതെങ്കിലും ഒരു മൂലക്ക് വെച്ചിട്ട് അവരിപ്പോ തോട്ടീനെടുത്ത് വെച്ച് ഇല്ലെങ്കിൽ അല്പമായ ആയുധങ്ങളെ ആയിരിക്കും ഇപ്പൊ അവര് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ ആ വജ്രായുധം ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഇവിടെ ഈ സമൂഹം മറ്റേ ഈ ലങ്ക ചാടുന്ന ഹനുമാന്റെ പോലെയാണ് ഈ വീരന്മാരുടെ പാരമ്പര്യം. കാരണം സ്വന്തം കഴിവും സ്വന്തം പാരമ്പര്യ മഹത്വവും അവർ അറിയുന്നില്ല എന്നൊരു പോരായ്മ പണ്ടുമുണ്ട് ഇന്നുമുണ്ട് എന്നൊരു വിഷയം അതിലില്ലേ. അതുകൊണ്ടല്ലേ ഇവർക്ക് അന്നാണെങ്കിലും അന്ന് പറഞ്ഞ ഈ തോട്ടി പിടിക്കാൻ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വജ്രയാന ബുദ്ധിസം എന്ന് പറയുന്ന വീരാരാധനയുമായിട്ട് റിലേറ്റ് ആണ്. വീരാരാധന തന്നെയാണ് ഇവിടുത്തെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ വജ്രം പോലെയുള്ള ഈ സമ്പ്രദായം, വജ്രത്തിന് അതുപോലെ മൂർച്ചയുള്ള ആയുധമാണ് ഈ വാമാചാരം. അപ്പൊ അത്ര കണ്ട് ഒരു സവിശേഷതയുള്ള ഈ സമ്പ്രദായത്തിന്റെ മഹത്വം സ്വയമേവ അറിയാത്തത് തന്നെയല്ല ഇപ്പോഴും ഹിന്ദു ധർമ്മത്തിനകത്തുള്ള ഇത്തരം ഡിനോമിനേറ്റുകളുടെയൊക്കെ ഒരു പ്രശ്നം. അത് സത്യത്തിൽ അവര് മനസ്സിലാക്കാത്ത പോരായ്മയല്ല ശരിക്കും നമ്മളെയൊക്കെ സംബന്ധിച്ച് നികത്തപ്പെടേണ്ടത്. അത് വാസ്തവത്തിൽ വളരെ വിദഗ്ധമായി സംവിധാനം ചെയ്ത ഒരു അധികാര ഘടനയുടെ ആ കാര്യത്തിൽ അത് സംവിധാനം ചെയ്ത ആളുകളെ കൈകൂപ്പി നമസ്കരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ആനേനെ മെരുക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിന് ഈ വലിയ ശക്തിയൊന്നും ഉപയോഗിച്ചല്ല ചെയ്യുക. അപ്പുറം ഒരു ആന നിൽക്കും, ഒരു പ്രത്യേക പേര് പറയും ആനയ്ക്ക്. അപ്പുറം ഒരു ആന നിൽക്കും, ഇപ്പുറം ഒരു ആന നിൽക്കും. നടുക്ക് നിൽക്കുന്ന ആനയ്ക്ക് ഏത് കൊല കൊമ്പനാണെങ്കിലും അനങ്ങാൻ പറ്റില്ല. ആ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആന ഈ നടുക്ക് നിൽക്കുന്ന ആനനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, അങ്ങോട്ട് പോകുക വൃത്തിയുള്ളൂ. എങ്ങും നോവിക്കാതെ നല്ല ഭാഷയിൽ അത് നൂറ്റാണ്ടുകളോളം ഏതാണ്ട് ഒരു 10 നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 1947 വരെ നല്ല ഭംഗിയായിട്ട് നടന്നു. അതിനൊരു ഭംഗം വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശം വന്നു. അപ്പോഴാണ് അധികാര ഘടന വരുന്നത്. ഇവിടെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തോന്നണ്ട. ഈ പറയുന്ന സമൂഹത്തിൽ ഹിന്ദു എന്ന് നമ്മൾ നിരന്തരം പറയുന്നത് ഹിന്ദു ഡിനോമിനേറ്റുകളാണ്. ഹിന്ദു ഒരു ഒറ്റ സാധനമല്ല. ഒരു കടയിൽ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു അങ്ങനെയാണ്. സത്യത്തിൽ സാമൂതിരി രാജാവ് അങ്ങ് 47-ന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 36-ൽ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം കഴിഞ്ഞിട്ടും കൊച്ചിയിൽ എത്തിയപ്പോൾ കുറച്ചുകൂടി സമയമെടുത്തു. പക്ഷെ 48-ലാണ് ഈ പറയുന്ന മലബാറിൽ സാമൂതിരി രാജാവിന്റെ അധീനതയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രപ്രവേശനം എന്നൊരു ആശയം ഒരു അപ്പൊ തന്നെ അംഗീകരിക്കാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ വഴിനടക്കൽ സമരത്തിന്റെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന സമരം നടക്കുമ്പോൾ ഈ സാമൂതിരി രാജാവ് അന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഭാവിയിൽ ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടില്ലേ എന്ന് പറയുന്നതായിട്ട് വ്യക്തമായിട്ടുള്ള രേഖകൾ ഉള്ളതാണ്. അപ്പോൾ സത്യത്തിൽ അത്തരം ഒരു വിഷയം ഇതിന്റെ ഇടയിൽ ഇല്ലേ? ഇപ്പോഴും ഈ വിഷയത്തിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ആളുകളെയൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഈ സംവിധാനത്തിന്റെ ഈ ശിലാകേന്ദ്രത്തിൽ ഇരുന്ന ആളുകൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള, ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നമ്മളെല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്, ഇന്ത്യൻ തന്നെയാണ്, ഹിന്ദുക്കളാണ്. എന്നാലും ഇവരുടെ ഒരു ഹിന്ദു വേറെയാണ്. അവിടെ അതുകൊണ്ടല്ല ഈ 2 തുലാസിൽ തൂക്കി ഇത് മോശപ്പെട്ട സമ്പ്രദായമാണ് അല്ലെങ്കിൽ അറിവുള്ള അങ്ങനെ പറഞ്ഞു. ഇവിടെ 87 അല്ല 70 കാലഘട്ടം ഒക്കെയാണ്, 70 87 എന്താ ഈ പറയുന്ന പാലിയം വിളംബരം നടക്കുന്ന ആ സമയത്ത് എന്തൊരു അന്നത്തെ ശങ്കരാചാര്യർ വന്ന ഗുരുവായൂർ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഗുരുവായൂരിന് കേന്ദ്രമായിക്കൊണ്ട്
സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവരെല്ലാവരെയും ഈ ആചാരങ്ങൾ പഠിപ്പിക്കണം എന്ന് പറയുമ്പോഴും അവിടെ ഒരു ആചാരം ശരി എന്ന് വരികിൽ ആ ആചാരത്തിനും ആ ആചാര പാരമ്പര്യത്തിനും ശ്രേഷ്ഠത്വം വരികയും മറ്റുള്ളതൊക്കെ അപ്രസക്തമാവുകയും ചെയ്യില്ല. അത് വെച്ചാൽ അവരുടെ ദർശനത്തിലേക്ക് വന്നാൽ മാത്രമേ ഹിന്ദു ആവുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരപാരമ്പര്യമുള്ളവരൊക്കെ അതേപോലെ തുടരുകയാണെങ്കിൽ ഹിന്ദു അല്ല. ഹിന്ദു ആണെങ്കിലും ഒരു 2ാം നമ്പർ ഹിന്ദു ആണെന്ന് ആ ഒരു ആശയത്തിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ലേ സത്യത്തിൽ? അത് അടിസ്ഥാനപരമായിട്ട് ഒരു ആശയത്തിന്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഈ സമാജഘടനയിൽ വന്ന കാലാന്തരങ്ങളായിട്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു അധികാര ഘടനയുണ്ട്. എപ്പോഴും അധികാര ഘടന ഉണ്ടാകുമ്പോൾ അതിനെ പൊളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഓരോ സ്ഥലത്തും അതിന് അവകാശികളുണ്ട്. അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ആ അധികാരഘടനയെ ഒന്ന് പൊളിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അത് ബാധകമാണ്. അത് നമ്പൂതിരിക്ക് മാത്രമല്ല, നായാടിക്കും ഈ അധികാര ഘടന പൊളിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അനിശ്ചിതത്വമുണ്ട്. ഒരേ ഘടന ഒരേ ക്ഷേത്രങ്ങളിൽ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ വൈദിക സമ്പ്രദായത്തിലുള്ള ശിവക്ഷേത്രങ്ങൾ, പല ശിവക്ഷേത്രങ്ങളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള പല ആചാരത്തോടുകൂടെ നടക്കുന്നു. അതിനൊക്കെ ഒരു സാമാന്യമായിട്ടുള്ളൊരു ഘടന ഉണ്ടാകുന്നത് വലിയ പ്രാദേശിക വ്യക്തിത്വവും പ്രാദേശിക അവകാശങ്ങളും പ്രാദേശിക ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് വരുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. തികച്ചും വ്യത്യസ്തമായി ഇപ്പൊ കാവുകളെയൊക്കെ പിടിച്ച് സമുച്ചയവൽക്കരിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു തികച്ചും പ്രതിലോമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അതിനെ ആശ്രയിക്കുന്ന ജനങ്ങൾ വഴിയാധാരമാകും. കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ പുറത്ത് കാണുന്ന മോടി ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോഴും അവർ ഉള്ളിൽ അനാഥരാകും. ഇനി തിരിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ കഷ്ടി 2% പാരമ്പര്യ ബ്രാഹ്മണർ. അവർക്ക് വലിയ സാമൂഹ്യ മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു സമൂഹമാണ്. ഒരു സുപ്രഭാതത്തിൽ അവര് പറയുന്നത് ദേവൻ പറയുന്നതിന് തുല്യമായിരുന്നു. അടുത്ത സുപ്രഭാതത്തിൽ അവർ വഴിയില്ല. അവിടെ നിന്നാണ് അവർ തിരിച്ചു കയറിയത്. ആ തിരിച്ചു കയറാൻ അവർക്ക് ആന്തരികമായിട്ടുള്ള ശക്തി അവിടെ നിന്ന് ഉണ്ടായി. അത് അഭംഗുരമായിട്ടുള്ളൊരു പാരമ്പര്യത്തിൽ നിന്നുണ്ടാകുന്ന ശക്തിയാണ്. നമ്മുടെ പാരമ്പര്യം എവിടെ? എന്റെ പൂർവികം പൂജിച്ചിരുന്ന കാളി ഇന്ന് ശക്തി ഭൈരവിയാണ്. അവിടെ കുമ്പളങ്ങയാണ് വെട്ടുന്നത്. സ്വന്തം പാരമ്പര്യം നമ്മൾ തന്നെ വിസ്മരിക്കുന്നു എന്നൊരു പോരായ്മ തന്നെയാണ് എല്ലാ കാലത്തും നമ്മളെ അടിമയാക്കുന്നതും താഴ്ത്തിക്കൊണ്ട്. സ്വയം താഴ്ന്നവൻ എന്ന ബോധം നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ പറയണ്ടേ, കഴുതയെ കൊണ്ടുപോകുമ്പോൾ കഴുതയാണോ ആടാണോ എന്നുള്ളത് നമുക്കാണ് അറിയേണ്ടത്. ഇത് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ കയ്യിലേക്ക് ആടാണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൊരു പോരായ്മ തന്നെയാണ് പറയുന്നത്. എന്തായാലും ശരി, നമുക്ക് ശ്രീവിദ്യയിലേക്ക് തൽക്കാലം ഒന്നുകൂടി മടങ്ങാം. ഇപ്പൊ ശ്രീവിദ്യാ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ വൈദിക പാരമ്പര്യം ഉപനയനവുമായി ബന്ധപ്പെട്ട് വൈദിക പാരമ്പര്യം ഉപനയനം ചെയ്യുമ്പോൾ അവിടെ ആചാരപരമായിട്ട് അവിടെ പ്രണവോപദേശിച്ചുകൊണ്ട് പിന്നീട് ഗുരു, അച്ഛൻ പിന്നീടാണ് കടന്നു വരുന്നത്, എന്നിരുന്നാൽ പോലും ഗുരു ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നു. ഈ ഗായത്രി മന്ത്രം ഉപദേശിക്കുമ്പോ ആ ഗായത്രി മന്ത്രം അപൂർണമാണ് എന്നതിന് വൈദിക സമ്പ്രദായത്തിന്റെയും ശരിക്കും കൃത്യമായി അന്വേഷിച്ചപ്പോൾ അത് അപൂർണമാണ്. അത് 3 കാലിൽ നിൽക്കുന്നു, 4മതൊരു കാലുണ്ട്, അത് സൈലന്റ് ആണ്, രഹസ്യമാണ്, അന്വേഷിക്കുന്നവൻ കണ്ടെത്തട്ടെ എന്ന് പറയുമ്പോൾ, എന്നാൽ ശ്രീവിദ്യാ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ ആ 4 കാലും പൂർണ്ണമായി കൊണ്ടുള്ള അല്ലെങ്കിൽ ആ ശ്രീവിദ്യ എന്താണോ ധിയോയോന പ്രചോദയ എന്ന് പറയുമ്പോൾ ആ ധീ പ്രകാശിച്ചാൽ അല്ലെങ്കിൽ ബുദ്ധി പ്രകാശിച്ചാൽ എന്ത് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വൈദികമായിരിക്കുന്ന ആ ഒരു ഉപദേശത്തിൽ, ഗായത്രി ഉപദേശത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഇവിടെയാണ് എന്ന് പറയുന്ന നേരത്തെ ഇത് തമ്മിൽ അറ്റാച്ച്, അപ്പൊ ഒരു ബന്ധവുമില്ല എന്ന് പറയുകയാണെങ്കിൽ ബന്ധമില്ല പറയാം. പക്ഷെ മറിച്ച് ഈ ഗായത്രി മന്ത്രത്തിന്റെ പൂർണ്ണതയാണ് ഈ പഞ്ചദശി അല്ലെങ്കിൽ ശ്രീവിദ്യ സമ്പ്രദായം എന്ന് പറയുന്ന നേരത്ത് എങ്ങനെയാണ് അതിനെയൊക്കെ പാടൊന്ന് ചേർത്ത് വായിക്കുന്നത്? ഈ വേദപാരമ്പര്യത്തെയും ഇതിനെ അല്ലെങ്കിൽ ഇതുകൊണ്ടുകൂടിയാണോ ഈ പറയുന്ന അപൂർണമായി നിൽക്കുന്നതിന്റെ പൂർണ്ണത ഇവിടെ ആയതുകൊണ്ട് കൂടിയാണോ അവിടുത്തെ ഉപനയനം ഒന്നും ഇവിടെ ആവശ്യമില്ല, കാരണം ഞാൻ പൂർണ്ണതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയാണോ അങ്ങനെ പറയുന്നത്? ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അല്ല, ആ സമ്പ്രദായത്തെ. അതില് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ,
ഗായത്രി ഒരു 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 വൈദിക സമ്പ്രദായം അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സമ്പ്രദായമാണെന്നുള്ള കാര്യത്തിൽ ആ സമ്പ്രദായം പിൻപറ്റാത്ത ശാക്തേയ കൗളാചാര്യകൾക്കും തർക്കമൊന്നുമില്ല. അത് വിശിഷ്ടമായിട്ടൊരു സമ്പ്രദായമാണ്. പക്ഷെ അത് മറ്റൊരു സമ്പ്രദായമാണ്. അതിൻ്റെ ഈശ്വരകൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ പ്രാപഞ്ചിക അവബോധം, ഈശ്വരകൽപ്പന, അതിനെ അടിസ്ഥാനമാക്കിയുള്ള അതിൻ്റെ ദർശനം, സമ്പ്രദായങ്ങളൊക്കെ വളരെ വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, അതുകൊണ്ടാകണം സർവദർശനാനന്ദ എന്നുള്ളത് പരശുരാമ കൽപ്പസൂത്രം മുന്നോട്ട് വെക്കുന്ന അലംഘനീയമായിട്ടുള്ള ഒരു നിയമമാണ്. കൽപ്പസൂത്രാനുയായികൾ അന്യദർശനങ്ങളെ നിന്ദിച്ചുകൂടാ. ആ പരശുരാമ കൽപ്പസൂത്രം ഈ അതിൻ്റെ വിശ്വഘടന, ഓക്കെ, അതിൻ്റെ പ്രപഞ്ചോൽപത്തി, ഇതെല്ലാം പറഞ്ഞു വന്ന് അവസാനം കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനിശ്ചിതമായ ഭാഷയിലാണ് വൈദികാചാരത്തെ വിമർശിക്കുന്നത്. അത് ഇന്ന കാരണങ്ങളാൽ അത് അപൂർണമാണ്, അതുകൊണ്ട് നിങ്ങൾ ദീക്ഷിതരാകൂ എന്നാണ് പറയുന്നത്. ഒന്നിന്റെ പിന്തുടർച്ചയാണ് ഇത് എങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ഇത് അങ്ങേക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാകണം. ബാക്കി എല്ലാവർക്കും മനസ്സിലായോ എന്നറിയില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ട് കൗളാചാരം എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വെച്ച ശേഷം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വലിയ താക്കീത് നൽകുന്നുണ്ട്. അതായത് ഈ വൈദിക ആചാരം വളരെ അപൂർണമാണ്, അതിനാൽ നിങ്ങൾ ദീക്ഷിതരാകൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇല്ലെങ്കിൽ അതിനാൽ എന്ന് പറയുന്നില്ല, ഇനി നിങ്ങൾ ദീക്ഷിതരാകൂ എന്നാണ് പറയുന്നത്. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്നത് പരമശിവ ഭട്ടാരകൻ രണ്ടാമത്തെ സൂക്തത്തിൽ പരമശിവ ഭട്ടാരകൻ ശ്രുതിയെ ഒരു വിദ്യയായിട്ടാണ് ശ്രീവിദ്യ കാണുന്നത്. ശ്രുതിയെ ഒരു ആത്യന്തിക സത്യമായിട്ടല്ല ശ്രീവിദ്യയുടെ വീക്ഷണകോണിൽ കാണുക. 18 വിദ്യകളിൽ ഒന്നായിട്ടാണ്. വേദം, അതിൻ്റെ ഉപാംഗങ്ങൾ, അങ്ങനെ പോയി ആ 18 വിദ്യകളിൽ ഒരു വിദ്യയായിട്ടാണ് ശ്രുതിയെയും കാണുന്നത്. അതെല്ലാം ലീലകളാൽ സൃഷ്ടിച്ച അപൂർണ സൃഷ്ടികൾ ആയതുകൊണ്ട് ഭൈരവിയാൽ പ്രചോദിതനായിട്ട് ആത്മാംശത്തെ പ്രകാശിപ്പിച്ചത് പഞ്ചാംനായങ്ങളിൽ കൂടിയാണ്. ആ പഞ്ചാംനായങ്ങളുടെയും സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞാണ് പരശുരാമ കൽപ്പസൂത്രത്തിൽ ത്രൈവര സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നത്. ആ സിദ്ധാന്തം പറഞ്ഞ ശേഷം അതിൻ്റെ ആചരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഈ താക്കീതുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വൈദികത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇതെന്ന് പറയുന്നതിൽ കാര്യമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം, മറ്റൊരു പൂർവിക ഗ്രന്ഥം യോഗിനി ഹൃദയം എടുത്താൽ, യോഗിനി ഹൃദയം ഇതിൻ്റെ സൈദ്ധാന്തിക തലത്തെ A മുതൽ Z വരെ കൃത്യമായി പ്രകാശിപ്പിച്ചിരിക്കുന്ന ഒരൊറ്റ സ്ഥലത്ത് ശ്രുതി എന്നുള്ളൊരു വാക്കില്ല. പക്ഷേ അതിനെ നിരൂപിച്ചേക്കുന്ന പിൽക്കാലത്ത് വന്ന ഒരു 15-ാം നൂറ്റാണ്ടോടെയൊക്കെ ആകുമ്പോൾ നിരൂപിച്ചേക്കുന്ന ആളുകളൊക്കെ അതിലെ ഓരോ വാക്കിന് ശ്രുതി ചേർത്തിട്ടുണ്ട്. അത് വ്യാഖ്യാനത്തിൽ ചേർത്തിരിക്കുന്നതാണ്, ഗ്രന്ഥത്തിലുള്ളതല്ല. അതിന് ഞാനൊരു കാരണമായിട്ട് കണക്കാക്കുന്നത് എന്താ വെച്ചാൽ, അക്കാലത്ത് വൈദിക സമൂഹത്തിന്റെ എതിർപ്പിനെ മറികടക്കാനുള്ളൊരു തന്ത്രമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇവരെല്ലാം ഈ ത്രൈവർണികർക്കാണ് ശ്രീവിദ്യക്ക് അവകാശം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. അത് പക്ഷെ എല്ലാവർക്കും മനസ്സിലാവില്ല. പെട്ടെന്ന് വായിക്കുന്ന ഈ സമ്പ്രദായം അറിയാത്ത ഒരാളെടുത്ത് വായിച്ചാൽ ഇതിന് ത്രൈവർണികർക്കാണ് അധികാരം എന്ന് തോന്നും. പക്ഷെ അതിൽ കാര്യമില്ല. കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുള്ളൂ. അപ്പൊ തുടർന്നോളൂ. ഇനി അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, മറ്റൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം. അതായത് ഇതിന്റെ കൂട്ടത്തിൽ ഗായത്രി കൂടെ സ്വീകരിച്ച എന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ,
ഗായത്രി അല്ല ഈ പറയുന്നതിൽ 90% ആളുകളുടെയും പൂർവാചാരം. അവരവരുടെ പൂർവാചാരത്തെ വിശ്വസിച്ച് ഗായത്രി ഇത് വിസ്മരിച്ചിട്ട് ഗായത്രീനെ സ്വീകരിച്ചാൽ അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാകുക. ഇപ്പോൾ ഈ ഒരു 50കൾ മുതൽ ഇങ്ങോട്ടേക്ക് അങ്ങനെ ചെയ്തേക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനുള്ള ഒരു സമയലഭ്യത. ഈ പരശുരാമ അല്പസൂത്രം ശ്രീവിദ്യയുടെ കൗളാചാരത്തിലുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഗ്രന്ഥം. അത് വിദ്യപൂർവ്വം കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ദിവസം 3 മണിക്കൂർ വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗായത്രിയും കൂടെ ചേർത്തിട്ട് അതും കൂടെ കൊണ്ടു നടക്കാനായിട്ട് കഴിവുള്ള ആളുകൾക്കാവാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉപാസനയും അതിൻ്റെ അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കാനായിട്ടുള്ള ധനം സ്വയം സമ്പാദിക്കണം. അപ്പോൾ അതിന് ഉള്ള സമയം വേണമല്ലോ. പിന്നെ ഇത് സ്വീകരിക്കുന്നത് ഗൃഹസ്ഥനാണ്. ശക്തി ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഗൃഹസ്ഥന്റെ ധർമ്മങ്ങളുണ്ട്. ഗൃഹസ്ഥ ആശ്രമി എന്ന് പറയാൻ കഴിയില്ല, ആനന്ദനാഥന് ഗൃഹസ്ഥാശ്രമി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ജീവിക്കുന്നത് ഗൃഹസ്ഥാശ്രമ വ്യവസ്ഥയിലാണ്. സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വേണം ഈ ശ്രീചക്ര പൂജയും കാര്യങ്ങളൊക്കെ നിത്യം ചെയ്യാൻ. എങ്ങനെ പോയാലും ഒരു ദിവസം. ഒരു കാര്യം ചേർക്കട്ടെ, അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് പലരും ഇപ്പൊ ഈ ഗൃഹസ്ഥാശ്രമി നമ്മളെയൊക്കെ നോക്കിക്കാണും, അങ്ങനെയൊക്കെ നോക്കി ഗൃഹസ്ഥാശ്രമി. പക്ഷെ ചതുരാശ്രമങ്ങൾ വെച്ചാൽ വർണ്ണാശ്രമ വർജിത എന്നാണ് കൗള സമ്പ്രദായം പിൻപറ്റുന്നത്. ഗൃഹസ്ഥാശ്രമി എന്ന് വൈദികന്മാരുടെ ആശ്രമ വ്യവസ്ഥയിലൂടെ അവർ നോക്കിക്കാണും. നമുക്ക് ഈ സമ്പ്രദായത്തിൽ അതില്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത് പ്രേക്ഷകര് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അന്വേഷിക്കുന്ന സന്യാസിമാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഒപ്പം എന്താ പറയാ, അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ എന്താ ഗായത്രി ജപിച്ചാൽ എന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഗായത്രി പുരസ്ചരണം നടത്തിയാൽ എന്താണ് അങ്ങ് ചോദിച്ചപ്പോ അങ്ങ് പറഞ്ഞു സമയം ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോ കേൾക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ സാധാരണ ഗായത്രി സാധകരുണ്ടായിരിക്കും. അവരോട് നമുക്ക് പറയാനുള്ളത്, ഹരിഹരൻജിക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്, നമ്മൾ കാണുന്ന ഒരു ഗായത്രി മന്ത്രം ജപിച്ചിട്ട് പിതൃൻ തർപ്പയാമീൻ ദേവാൻ തർപ്പയാമി ഋഷിഗണാൻ തർപ്പയാമി ഇതല്ല. ഇതിന്റെ പുരസ്ചരണ വിധിയില് വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അത് ചെയ്തു വരണമെങ്കിൽ ഇതേപോലെ തന്നെ സമയക്രമമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സ്വാമി അങ്ങനെ, ആചാര്യൻ അങ്ങനെ പറഞ്ഞേ എന്നുള്ളത് പ്രേക്ഷകരെ മനസ്സിലാക്കണം. അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ലളിതമായിട്ടുള്ളൊരു കാര്യത്തിന് നമ്മൾ ആവശ്യമില്ലാതെ സങ്കീർണമാക്കരുത്. കാരണം ലളിതമായ ഒരു കാര്യം ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു 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 എന്താ പറയുന്ന പരമശിവൻ മുതൽ പൃഥ്വി വരെയുള്ള എല്ലാത്തിനെയും ഏറ്റവും ലളിതമായ ഒരു ആചാരക്രമത്തിലേക്ക് കൊണ്ടുവന്ന് അത് നമുക്ക് തന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ ഈ ആവശ്യമില്ലാതെ ആ സമ്പ്രദായം ചേർത്തു. ഇനിയിപ്പോ അങ്ങനെ നമ്മൾ നോക്കിപ്പോയാണെങ്കിൽ എന്തിനാ വൈദിക ദർശനം മാത്രം, വൈഷ്ണവും ശൈവവും എല്ലാം ചേർക്കാമല്ലോ. പക്ഷെ അതിനുള്ള ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളൊരു അപര്യാപ്തത അവിടെ ഉണ്ട്. ഈ ഇതെല്ലാം ചേർത്താലും കിട്ടാവുന്നതോ ആഗ്രഹിക്കാവുന്നതിലോ എല്ലാം വലിയ കാര്യങ്ങൾ, വലിയ വ്യാപ്തി ജീവിതത്തിന് ഇതൊന്നും ഇല്ലാതെ തന്നെ വന്നു ചേരും. ഈ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ദയവായി അത് ശ്രീവിദ്യ ജപിച്ചു തുടങ്ങിയാൽ നാളെ നിധി കിട്ടും, ലോട്ടറി അടിക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത്. നിങ്ങളുടെ മാനസിക, നിങ്ങളുടെ ഭൗതിക, നിങ്ങളുടെ എന്തെന്നാ പറയുക, നിങ്ങളുടെ ഊർജ ഘടന കൂടുതൽ സ്ഫുരിക്കും. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്വാമിജി, ഇതില് ഒരാളൊരു അഭിപ്രായം എഴുതി നമുക്ക് വായിച്ചതോട് തുടർന്നു പോവാം. ഗായത്രിയും ശ്രീവിദ്യയും മാറ്റി ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആരാധനാ രീതിയെ പ്രചരിപ്പിക്കൂ, കഴിഞ്ഞ ചർച്ച പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്ത പോലെയല്ല, പക്ഷെ മറിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണ. അങ്ങയുടെ തന്നെ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ തന്നെ ഈ വിഷയം ഇത് എപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രവിക്കുന്ന ആളുകൾ, വീക്ഷിക്കുന്ന ആളുകൾ വളരെ കുറച്ചാകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഫൈറ്റ് പടം കാണുന്ന പോലെയാണ്. എന്നുവെച്ചാൽ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കില്ല, ഇത് എന്തിനാ പറയുന്നതെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. ഇത് പൂർണ്ണമായും വീക്ഷിച്ച് എന്താണ് ഈ കഴമ്പാണ് അന്വേഷിക്കേണ്ടത്. ഈ കഴമ്പ് അന്വേഷിക്കുമ്പോഴാണ് ഇപ്പൊ ഇത്തരം അഭിപ്രായം പറയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന്. ഇവിടെ ഹരിഹരൻജിയെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഗായത്രി ഉപദേശം ഇപ്പൊ എല്ലാവരും പൂണൂലിടുന്നു, ഗായത്രി ജപിക്കുന്നു, അങ്ങനെ വൈഷ്ണവം അങ്ങനെയൊക്കെ ഉണ്ട്, ആവട്ടെ. എന്നിരുന്നാൽ പോലും അങ്ങനെ പലപ്പോഴും പറഞ്ഞ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ ശ്രീവിദ്യ പോലും നിങ്ങൾക്ക് ആവശ്യമില്ല.
നിങ്ങളുടെ കുലദേവത തന്നെ മതി എന്ന് അങ്ങ് പറയാറുണ്ട്. അപ്പൊ അവിടെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ ഗായത്രിയും ശൈവിത്രിയും നിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുലദേവതയും ഗായത്രിയും തമ്മിലുള്ള ബന്ധമെന്നും ഒരു സാധാരണക്കാരൻ, ഇപ്പൊ ഈ അഭിപ്രായം പറഞ്ഞ ഈ മഞ്ഞ വ്യക്തി പറഞ്ഞ പോലെ ഈ സാധാരണക്കാരൻ ഗായത്രിയോ മറ്റു സമ്പ്രദായത്തിക്കോ പോകുമ്പോൾ അയാള് സത്യത്തിൽ ഗായത്രിക്ക് ബദലായിട്ട്, അല്ലെങ്കിൽ ബദലല്ല, അയാളുടെ ഗായത്രി പാരമ്പര്യം അയാൾക്ക് എന്താണ് എന്നാണ് ഹരിഹരൻജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇവിടെയാണ് ഒരു ഇപ്പൊ അങ്ങ് ഉമാപത്യാനന്ദനായാലും ശരി, ഈ നിത്യോത്സവം ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പരശുരാമന്റെ പൂജാപദ്ധതിയൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ നിത്യോത്സവം എന്ന് പറയുമ്പോൾ ആ ആരാധന, ശിവത്തിന്റെ ആരാധനാ പദ്ധതി ഇവിടേക്ക് പറയുമ്പോൾ ഈ ഉപനയനമോ ഗായത്രിയോ പറയുമ്പോൾ സത്യത്തിൽ ആ കുലത്തിന്റെ പാരമ്പര്യത്തിൽ ഗായത്രിയാണ്. ഗായത്രി അല്ല മൂലാധാരസ്ഥിതമാണ്, കുലദേവതയാണെങ്കിലും മൂലാധാരസ്ഥിതം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സാധാരണ വ്യക്തി ആരാധന അതിന്റെ സ്റ്റാർട്ടിങ് കുറിക്കേണ്ടത് അയാളുടെ കുലദേവതയിൽ നിന്നാണെന്ന് അങ്ങയുടെ തന്നെ പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ തൊട്ട് കണ്ടിട്ട് അങ്ങ് സംസാരിക്കുക. സാധാരണക്കാർ അന്വേഷിക്കുന്ന ആ സാധനം കുലദേവത മതി എന്നുള്ള അർത്ഥത്തിൽ അങ്ങ് സംസാരിച്ചത്, അല്ലെങ്കിൽ അത് അങ്ങയുടെ അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടല്ല, അങ്ങയുടെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് അതിൽ എനിക്കൊരു ചെറിയ അഭിപ്രായ ഭേദമുണ്ട്. അതായത് നമ്മളെ സാധാരണ ജീവിതം എടുത്തു നോക്കും. നമുക്ക് 2 തരം പഠിപ്പുകളുണ്ട്. നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഒരു 5 വയസ്സ് 6 വയസ്സ് വരെ ഉള്ളത് നമ്മുടെ വീട്ടിലെ പഠിപ്പാണ്. ഈ വീട്ടിലെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ സാങ്കേതികതയൊന്നുമല്ല അവിടെ പ്രശ്നം. അവിടെ നമ്മൾ പഠിക്കുന്നത് സംസ്കാരമാണ്, നമ്മളുടെ പരമ്പരകളുടെ സത്വമാണ്. എന്നാൽ അത് മാത്രം മതിയോ? അല്ല. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോയി നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിൽ ചേരും. ഇതിലെ വീട്ടിലെ പഠിപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുലാചാരം. അതിൽ കൂടെയാണ് നമ്മളുടെ പിതൃ മാതുര പരമ്പരകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ആ പഠിപ്പിലാണ് അതിൻ്റെ ചര്യകൾ, അതിൻ്റെ സംസ്കാരം, ഇതെല്ലാം നമ്മൾ അവിടെ നിന്ന് ഉൾക്കൊള്ളുന്നു. നമ്മൾ പുറത്തേക്ക് പോയിട്ടാണ് നമ്മൾ ഇതര സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവരും നമ്മൾ ഒരുമിച്ചിരുന്ന് എന്തെന്നാ പറയുന്ന ഒരു ഉപരിവിദ്യാഭ്യാസ വ്യവസ്ഥയിൽ പഠിക്കുന്നത്. ഇതിൽ ഈ ഗായത്രിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ നല്ല അയൽക്കാരായ പാരമ്പര്യ ബ്രാഹ്മണരുടെ വീട്ടിലെ പഠിപ്പാണ്. കാരണം അത് അവരുടെ പിതൃ പാരമ്പര്യം വഴിയാണ് വരുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വജ്രസൂചി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിലും അവരുടെ പൊതുസമൂഹത്തിൽ അവരുടെ പിതൃ പാരമ്പര്യം വഴിയാണ് വരുന്നത്. ഇത് 2 ഉദാഹരണങ്ങൾ സഹിതം ശങ്കരാചാര്യര് ബ്രഹ്മസൂത്രത്തിൽ പരിശോധിച്ച് അതിനെതിരെ പറയുന്ന ഓരോ പോയിന്റും എടുത്തു വെച്ച് തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ശങ്കരാചാര്യരുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? മനീഷി വഞ്ചകം പറയും, ബ്രഹ്മസൂത്രത്തെ തൊടില്ല. കാരണം എന്താ വെച്ചാൽ അത്ര യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചേക്കുന്നത്. ഭഗവത്ഗീത ഭാഷ്യത്തിലും ശങ്കരാചാര്യ എന്ന ആ പേരിലാണ് അറിയപ്പെടുന്ന ഭാഷ്യം, അതിലും വ്യക്തമായിട്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഭഗവത്ഗീത വായിച്ചപ്പോൾ ഞാൻ ശങ്കരഭാഷ്യം ഇതെല്ലാം ഓടിച്ചു വായിക്കുന്നതാണ് കേട്ടോ. പഠിച്ചെന്നൊന്നും പറയാൻ കഴിയില്ല. ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥം പഠിക്കണമെങ്കിൽ ചുരുങ്ങിയ ഒരു 5 വർഷം മിനിമം വേണം. നമ്മളതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. പക്ഷെ വായിച്ചപ്പോൾ ശ്രദ്ധയിൽ. പക്ഷെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ 2 ശങ്കരാചാര്യന്മാരുണ്ടായിട്ടുണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ അഷ്ടമാതൃക്കളെ നീചദേവതകൾ, അതായത് പ്രേതപിശാചുക്കൾ പോലെ താഴ്ന്ന നിലവാരത്തിലുള്ള ദേവതാഗണത്തിലാണ് ശങ്കരഭാഷ്യത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതേസമയം സൗന്ദര്യലഹരി വായിക്കുമ്പോൾ അതിന് തികച്ചും മറിച്ചൊരു ചിത്രമാണ് കാണുന്നത്. ഇത് അല്ല, ഇതെല്ലാം ഇടക്ക് കയറിയതും ആകാം കേട്ടോ. ആചാര്യസ്വാമികളെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടക്ക് കയറുന്ന പുസ്തകങ്ങൾ ധാരാളം നമ്മൾ തന്ത്രത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈ സൗന്ദര്യലഹരിയിൽ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന നിത്യോത്സവത്തിൽ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന 2 ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണത്തില് ഇത് ഈ ത്രൈവർണികർക്കാണ് എന്ന് എടുത്ത് പറയുന്ന ഭാഗമുണ്ട്, മറ്റൊരു ഗ്രന്ഥത്തിൽ അതില്ല. 2 ഗ്രന്ഥത്തിൽ 2 തരത്തിലുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറിയിരിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം, ഇതൊരു കുറച്ചു നാൾ മുമ്പുള്ള ഒരു പുസ്തകത്തെ എടുത്തു വെച്ച് ഒരിക്കൽ സ്വാമിജിയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിത്താനന്ദപുരി സ്വാമിജിയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ
അങ്ങ് ഈ ഒരു വിഷയത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ സാധാരണക്കാർ അവർ ചോദിക്കും കൗളാചാരം, കുലാചാരം ഇങ്ങനെയൊക്കെ പാടം നേരത്തെ പലരുടെ നമ്മൾ നിരന്തരം ഇത് പറയട്ടെ, ഈ കള്ളും കോഴിയും വെച്ച് കഴിഞ്ഞാൽ കൗളാചാരമായി എന്ന് കരുതുന്ന കുറെ ആളുകളുണ്ട്. അതാവട്ടെ, അത് ആചാരത്തിന്റെ ഭാഗമായി. പക്ഷെ അത് കൗളാചാരം, കള്ളും കോഴിയും വെച്ചാൽ കൗളമായോ? അങ്ങയുടെ വീക്ഷണത്തിൽ എങ്ങനെ കള്ളും കോഴിയും വെക്കുന്നതാണ്? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അല്ല. അതിന് മാത്രമല്ല, അതില് ആ നിലയ്ക്ക് കുലദ്രവ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോലും പാടില്ല. കാരണം ഇവിടെ 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 എന്താ വെച്ചാല് ആളി പുരാണത്തിലെ ഒരു പ്രമാണം, അജീതേന്ദ്രിയസ്യ കൗളമാർഗെ അനധികാര, ഇന്ദ്രിയ നിഗ്രഹം വരുത്താത്തവർക്ക് കൗളാചാരത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ഈ പറഞ്ഞ കുലദ്രവ്യങ്ങൾ, നമ്മൾ പറഞ്ഞ ഈ കുലദ്രവ്യ, മദ്യ, മത്സ്യ, മാംസം, മുദ്രമൈഥുനം, അതിൽ എന്തുമാട്ടെ, ഇതിൽ ഏത് ദ്രവ്യമാവട്ടെ, ഇത് പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം വരണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ അങ്ങ് നേരത്തെ പറഞ്ഞു കുലാചാരം വീട്ടിലെ പഠിപ്പാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ വീട്ടിലെ പഠിപ്പ് ഓക്കെയാണ്, എന്നിരുന്നാൽ പോലും അതിനു പോലും ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം വരണം, ഇല്ലെങ്കിൽ വിഷയാസക്തി വരും, കുടുംബം നശിക്കും. പല കുടുംബങ്ങളും ഈ ആസക്തിയിൽ നശിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാ അങ്ങ് കാണുന്നത്? അതൊന്നും അറിഞ്ഞാൽ തിരക്കിടില്ല. അതിലെനിക്ക് നമ്മളുടെ പാരമ്പര്യ ധർമ്മദേവത ഉപാസനയെ പറ്റി അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് ഞങ്ങൾക്ക് ആ ധർമ്മദേവത ഉപാസന ഈ ശാക്തേയ മാർഗത്തിൽ ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യുന്നതിന് അധികാരികൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ നേരിട്ടല്ല ചെയ്തിരുന്നത്. ഓക്കെ. അതേസമയം കൗളമാർഗത്തിലെ കാര്യം പറയാൻ കഴിയും. അത് വിധി പോലെയാണ് ആ ദ്രവ്യം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു വിരക്തി വരില്ല, അനാസക്തി വരില്ല. ഇപ്പോ എന്തെങ്കിലും കാരണവശാൽ നിത്യം പൂജ നടക്കാതെ വന്നാൽ ഈ അത് ഞാൻ ശ്രദ്ധിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ, പൂജ എനിക്ക് ചെയ്യാൻ കഴിയാതെ ഏകദേശം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു സമയം വെച്ച് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുന്നു എന്നിരിക്കട്ടെ, എല്ലാ ദിവസവും 4 മണിക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുന്നു. അടുത്ത 4 മണിക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ചെറിയ പ്രയാസം വരും. ഈ പറയുന്ന ആഴ്ചകളിലൊന്നും ഈ പറയുന്ന ദ്രവ്യത്തിന്, പ്രത്യേകിച്ചും മദ്യത്തിന്, ഞാൻ മിസ് ചെയ്തേ ഇല്ല. അതേസമയം അത് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കേണ്ട മാത്രയിൽ അത് ഉപയോഗിക്കാനായിട്ട് നമുക്കതിനോട് വിരക്തിയില്ല. ഇതേ കാര്യം പഞ്ചമത്തിലില്ലെങ്കിൽ, ഇതേ കാര്യം പഞ്ചമത്തിൽ ഇതേ അവസ്ഥ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ കൗളാചാരത്തിന്റെ രഹസ്യ സാധനങ്ങൾ നടക്കാതെ വരും. അതൊക്കെ എന്നാ പറയുക, സ്വാഭാവികമായിട്ട് വന്നോളൂ. ഇതിൽ പ്രവേശിക്കാൻ വേണ്ട ആത്യന്തികമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മനഃശുദ്ധിയാണ്. അതില്ലാത്ത ആൾ ഇതിൽ വന്നാൽ അദ്ദേഹവും പെടും, ഈ ആചാരവും പെടും, ആചാര്യനും പെടും, എല്ലാവരും പെടും. ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും കൃത്യമായി നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യാതെ ശിഷ്യൻ ഗുരുവിനെയും സ്വീകരിക്കരുത്, ഗുരു ശിഷ്യനെയും സ്വീകരിക്കരുത്. എൻ്റെ കാര്യത്തിൽ അത് 6 മാസമല്ലായിരുന്നു, 6 വർഷമായിരുന്നു. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു അവസാനം കുറിക്കുന്ന നേരത്ത് അങ്ങ് ഇതൊക്കെ സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ അങ്ങ് ഈ കർമ്മബ്രാഹ്മണവാദം, അത് പലപ്പോഴും അതിനെ കുറിച്ചിട്ട്, അതിന്റെ ഈ പറഞ്ഞ അനീതികളെ കുറിച്ച് കർമ്മബ്രാഹ്മണ്യം പറയുകയും, എന്നാൽ ഈ കർമ്മബ്രാഹ്മണ്യത്തെ ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചപ്പോ ബ്രഹ്മസൂത്രം ഭാഷ്യത്തെ അങ്ങ് ഉദ്ധരിക്കാനുള്ള ഒരു കാര്യം തന്നെ ഇതാണ്. ഈ എങ്ങനെയൊക്കെയോ പോയിട്ട് ഇത് സമർത്ഥിക്കുന്ന പല കാര്യങ്ങളും ഈ വേദത്തിന് അധികാരമില്ല ശൂദ്രനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് പല ഉദാഹരണങ്ങളെ ശങ്കര ഭാഷ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ആ വ്യവസ്ഥ അങ്ങനെ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കർമ്മബ്രാഹ്മണ്യം, ഇപ്പൊ പാലിയ വിളംബരം കൂടി നമ്മൾ ആഘോഷിക്കുന്ന വേളയിൽ ഈ കർമ്മബ്രാഹ്മണ്യം പറയുമ്പോൾ ഒത്തിരി കർമ്മബ്രാഹ്മണൻ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. ശബരിമല പാരമ്പര്യ അവകാശം മലയാളികൾക്കാണ് എന്നുള്ളത് ആർക്കും തർക്കമുണ്ടാകും നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് അവിടുത്തെ പൂജാ പദ്ധതി ഒരു ഇത്തരം ഈ സാമാന്യ ക്ഷേത്ര പൂജാ പദ്ധതി പോലെ ആകുന്നത് കൊണ്ട് അവിടെ സുപ്രീം കോടതിയുടെ ഒരു വിധി തന്നെ ഉണ്ട്, ആദിത്യൻ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധി തന്നെയുണ്ട്. പൂജ പഠിച്ചിട്ടുള്ള ഏതൊരു ഹിന്ദുവിനും പൂജാവിധി അറിയുമെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് ഏതൊരു ക്ഷേത്രത്തിലും പ്രവേശിക്കാം എന്ന് പറയുന്നു. അപ്പോൾ പരീക്ഷ നടത്തി പരീക്ഷണത്തിലൂടെ വിജയിക്കുന്ന ആർക്കും വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്, ഈ പറയുന്ന എല്ലാവർക്കും പറ്റില്ല. പാരമ്പര്യ ക്രമം എന്തോ എന്ന് പറയുന്നത്, പാരമ്പര്യ ക്രമമാണെങ്കിൽ മലയാളിന്മാർ തന്നെ കയറി പൂജിക്കണം. എന്നാൽ അതല്ല പറഞ്ഞത്. ഇപ്പോഴുള്ള ജാതി അവർ പറയുന്നത് നമ്പൂതിരി, മലയാള ബ്രാഹ്മണർ, നമ്പൂതിരി എന്നല്ല മലയാള അതെന്താ ബ്രാഹ്മണൻ നമുക്കറിയില്ല. മലയാള ബ്രാഹ്മണൻ അത് തുടർന്ന ദിവസങ്ങളിൽ അത്ര വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും.
അപ്പോൾ ഈ മലയാള ബ്രാഹ്മണൻ മാത്രം പൂജിച്ചാൽ മതി എന്ന വിഷയം വന്നതോടുകൂടി ഈയിടെ നമ്മൾ മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ആഡ് കണ്ടു, ശാന്തിക്കാരൻ അന്വേഷിക്കുന്നു, മലയാള ബ്രാഹ്മണൻ മതി. അപ്പൊ ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ബോർഡിലെ പലതും കൂടൽമാണിക്യവും ഗുരുവായൂർ ക്ഷേത്രവും ഒക്കെ അവരുടെ ക്ഷേത്രങ്ങൾ മലയാള ബ്രാഹ്മണൻ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കർമ്മബ്രാഹ്മണ്യം എങ്ങോട്ട് പോകും? ഈ കർമ്മബ്രാഹ്മണ്യമാണ് ശരി എന്ന് പറഞ്ഞ് ഉപനയനം, സമൂഹോപനയനം നടത്തി ആളുകളെ നിങ്ങൾ ബ്രാഹ്മണൻ തന്നെ എന്ന് പറഞ്ഞ് അയക്കുന്ന ഹൈന്ദവ സംഘടനകൾ ഇവിടെയുണ്ട്. ഇവർ പോലും മൗനം ഭജിച്ചു കോടതിയുടെ വിധി വന്നപ്പോൾ. മാത്രമല്ല, മൗനം മാത്രമായിരുന്നില്ല, ഒരു മുഖ്യധാര ഹൈന്ദവ സംഘടന നേതാക്കൾ കൊടുത്ത പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് അത് ശരിയാണ്, അതുകൊണ്ട് ജന്മബ്രാഹ്മണർ എന്ന് പറയുന്നവർ പൂജിക്കുന്നിടത്ത് അവർ തന്നെ പൂജിക്കട്ടെ ഇവർ തന്നെ പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ കർമ്മബ്രാഹ്മണ്യവാദം പൊള്ളയാകുന്നു. അങ്ങനെയാണെങ്കിൽ മാധവജിയെ പോലുള്ള, സ്വർഗീയ മാധവജിയെ പോലുള്ള മഹാത്മാക്കൾ ചെയ്തു വെച്ചതൊക്കെ വൃഥാ ആവുകയാണോ? ആ ലക്ഷ്യം സത്യത്തിൽ അസ്തമിച്ചു പോവുകയാണോ? എന്താണ് ആ വിഷയത്തെ കൂടി അങ്ങ് നോക്കിക്കാണുന്നതെന്ന് അവസാനമായിട്ട് നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ മറ്റു തന്ത്രിമാര് കൊടുത്തൊരു കേസുണ്ട്, അതുകൂടി ചോദിക്കാനുണ്ട്. എന്നാൽ ഇത് കേട്ടതിന് ശേഷം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അറിയാൻ താല്പര്യപ്പെടും. ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം. അതായത് ചെറിയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വിശാല ലക്ഷ്യങ്ങളെ ബലി കൊടുക്കുക. ഈ ഗായത്രി ഒരു പിതൃപാരമ്പര്യത്തിലുള്ളൊരു കാര്യമാണ്, പക്ഷെ തന്ത്രം പിതൃപാരമ്പര്യത്തിലുള്ളതല്ല. ഒരു താന്ത്രിക ക്ഷേത്രത്തിൽ എന്ത് മന്ത്രം ഉപയോഗിച്ചാലും, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കൗളാചാരത്തിൽ വേദങ്ങളിൽ കാണുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതിപ്പോ ബ്രാഹ്മണൻ ആ ആചാരം സ്വീകരിച്ചാലും ദീക്ഷയ്ക്ക് ശേഷം ആ മന്ത്രങ്ങളെല്ലാം വീണ്ടും ഉപദേശിക്കും. അപ്പൊ അങ്ങൊരു പാരമ്പര്യം ബ്രാഹ്മണനാണെന്നിരിക്കട്ടെ, അങ്ങ് വന്ന് ശ്രീവിദ്യ ഒരു കൗള ഗുരുവിൽ നിന്നും ശ്രീവിദ്യ സ്വീകരിക്കുന്നു. ദീക്ഷ കഴിഞ്ഞാൽ ഓങ്കാരവും ഈ ഗായത്രിയും എല്ലാം അങ്ങേക്ക് വീണ്ടും ഉപദേശിക്കും. അത് ക്രമം വേറെയാണ്. ഒരു താന്ത്രിക ക്ഷേത്രത്തിൽ ഈ വൈദിക മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വൈദിക സംവിധാനത്തിലല്ല, താന്ത്രിക സംവിധാനത്തിലാണ്. അവിടെ അതിന് താന്ത്രിക പശ്ചാത്തലത്തിന്റെ ബലമാണുള്ളത്. വൈദിക മന്ത്രങ്ങൾ കൊണ്ട് മൂർത്തിയെ പ്രതിഷ്ഠിക്കാനോ പൂജിക്കാനോ കഴിയില്ല. അവിടെ താന്ത്രിക പശ്ചാത്തലത്തിലാണ് മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള മന്ത്രങ്ങൾ കൗളാചാര്യനാണ് നിങ്ങൾക്ക് ഉപദേശിക്കുകയെങ്കിൽ ഉപദേശിച്ചത് തന്നെയാണ്, അതിൽ അധികാരക്കുറവൊന്നുമില്ല അവിടെ. പക്ഷേ അവിടെ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ വൈദിക ക്രമം എന്ന് പറഞ്ഞാൽ പിതൃപാരമ്പര്യ ക്രമമാണ്. ആ പിതൃപാരമ്പര്യ ക്രമത്തിൽ കൂടി പക്ഷെ അവർക്ക് കിട്ടുന്നത് വൈദിക അധികാരമാണ്. അവർക്ക് അവരുടെ അധികാരവേദം പോലെ സോമയാഗോ അതിരാത്രോ അങ്ങനെയൊക്കെ ഉള്ള അവരുടെ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതില് മറ്റൊരാൾ പോയി തലയിടണം, അതില് കർമ്മബ്രാഹ്മണ്യം കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. പക്ഷേ ഒരു താന്ത്രിക ക്ഷേത്രത്തിൽ, താന്ത്രിക അന്തരീക്ഷത്തിൽ വൈദിക ഗ്രന്ഥങ്ങളിലുള്ള ചില മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ബലം തന്ത്രത്തിനാണ്. അത് പ്രത്യേകിച്ചും ഉപരി നിൽക്കുന്ന ഈ ഒരു ശാക്തേയ ഗുരുവോ കൗള ഗുരുവോ ഒക്കെയാണ് ആ മന്ത്രം ഉപദേശിക്കുന്നതെങ്കിൽ അതിന് ഒരു അധികാരി കുറവില്ല. അതുകൊണ്ട് ഈ കർമ്മബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ കർമ്മബ്രാഹ്മണർ എന്ന് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബ്രാഹ്മണ്യം അതൊരു മറ്റൊരു വിഭാഗമാണ്. പക്ഷേ ആ കർമ്മ പുരോഹിതൻ 100% പുരോഹിതൻ തന്നെയാണ്. ഇവിടെ സ്വാമി ഒരു കാര്യം ഒന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സത്യത്തിൽ ക്ഷേത്രപൂജ ചെയ്യേണ്ടത് ബ്രാഹ്മണരാണോ അതോ തന്ത്ര സാധകരാണോ? അല്ലെങ്കിൽ തന്ത്രം മിശ്രമായിക്കോട്ടെ, എന്നാൽ പോലും ഈ സാധകൻ എന്ന പ്രയോഗമാണോ ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണൻ എന്ന പ്രയോഗമാണോ തന്ത്രത്തെ സംബന്ധിച്ച് ശരി? പുരോഹിതൻ എന്നുള്ളതായിരിക്കില്ലേ? അല്ല, പുരോഹിതൻ എന്ന് പറയുന്നതിന് മുൻപാകുന്നത് താന്ത്രികമായ ഗതം ശൂദ്രസ്യ വിപ്രസ്യ വിപ്രധാന തന്ത്രം തന്നെ പറയുമ്പോൾ ഏതോ സമ്പ്രദായം പാരമ്പര്യം എന്നുള്ളതല്ല. തന്ത്രത്തിൽ വർണ്ണവ്യവസ്ഥയോ ജാതി വ്യവസ്ഥയോ തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധകനായാൽ മാത്രമല്ലേ ആ സമ്പ്രദായത്തിന്, പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു തന്ത്രി ശിഷ്യനുമാണ് ക്ഷേത്രത്തിൽ എന്ന് ആദ്യം പറയണ്ടായി, അല്ലാണ്ട് ഭക്തനും ഇതും അല്ല. അങ്ങനെ വരുമ്പോൾ ഒരു തന്ത്രി പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ആ ദേവതയുടെ മന്ത്രം ഉപദേശിച്ച അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധകനല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത്? ബ്രാഹ്മണ്യം ആർജിച്ച ഒരു ബ്രാഹ്മണനല്ലല്ലോ പൂജിക്കേണ്ടത്. പ്രയോഗം
ഈവൻ സമുച്ചയം പോലും പറയുന്നുണ്ടല്ലോ, അതിദീക്ഷിതനായിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ആ സമ്പ്രദായത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബ്രാഹ്മണനല്ല സത്യത്തിൽ ആ ഒരു അതുകൊണ്ടാണ് ഈ മലയാളം ഇംഗ്ലീഷും ഹിന്ദി ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത്. കാരണം ഈ ബ്രാഹ്മണൻ എന്നുള്ളത് ബ്രാഹ്മണനല്ല പൂജിക്കേണ്ടത്, സാമ്പ്രദായിക ഏതോ ഉപദേശമായിക്കോട്ടെ, ഗുരുപാരമ്പര്യമുള്ള ആ തന്ത്രി ഉപദേശിക്കുന്ന. അതുകൊണ്ടല്ലോ കലശക്കാടി ഓരോ മേൽശാന്തിക്കും എല്ലായിടത്തും ഇല്ലെങ്കിൽ പോലും അതൊക്കെ വിധിയാണ്, കലശവിധി ഉള്ളതാണ് ക്ഷേത്രത്തിൽ മേൽശാന്തി ആകുമ്പോ ഒക്കെ എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും ഈ സാധകൻ അല്ലെങ്കിൽ പറഞ്ഞ പുരോഹിതനാകാനുള്ള യോഗ്യത അങ്ങ് പറഞ്ഞ പുരോഹിതൻ ആകാനുള്ള യോഗ്യത ബ്രാഹ്മണനാവുകയല്ല, ശൂദ്രനോ നിങ്ങൾ എന്തായാലും ശരി സാധകനാവണം, ദീക്ഷിതനാവണം. അതല്ലേ അതിന്റെ വൈദിക ദീക്ഷ എന്നുള്ളതല്ല. തന്ത്രം അങ്ങനെ പറഞ്ഞു, വൈദികത്തെ ശക്തിപ്പെടുത്തുക, തന്ത്രത്തിനാണ് പ്രാധാന്യം വേദത്തിന്റെ മന്ത്രം ഉപയോഗിച്ചാൽ പോലും എന്ന് പറയുമ്പോൾ അതിദീക്ഷിതനാകണമെന്നും സമുച്ചയകാരൻ പോലും വേദത്തിൽ കുഴയ്ക്കുമ്പോൾ പോലും അത് എന്താ പറയാ, അതിദീക്ഷിതനാവണം എന്ന് പറയുമ്പോൾ ഈ വർണ്ണാശ്രമാചാരപരോ ദീക്ഷ എന്ന് പറയുമ്പോൾ വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് അപ്പുറം അതിദീക്ഷ എന്ന് പറയുമ്പോൾ ഈ തന്ത്ര സംവിധാനമാവുന്നതുകൊണ്ട് തന്ത്രത്തെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്ത്രത്തിൽ ദീക്ഷ എന്ന് പറയുന്ന നേരത്തെ തന്നെ ബ്രാഹ്മണനൊന്നുമല്ല, ദീക്ഷിതനായിരിക്കണം, തന്ത്രദീക്ഷിതനായിരിക്കണം. മാധവജിയും ക്ഷേത്രചൈതന്യ രഹസ്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, താന്ത്രിക ദീക്ഷിതനാണ്. അത് തന്നെയാണ് അതിദീക്ഷ എന്ന് പറയുമ്പോൾ. അപ്പോൾ സാധകൻ, തന്ത്രത്തിൽ ദീക്ഷയുള്ള സാധകരാണ് പൂജിക്കേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ പോലെ ഉപനയനമോ ഉപവീതവുമല്ല തന്ത്രത്തിന് അധികാരം നിന്ന് വരുന്നു. ഇല്ലേ, അങ്ങനെ തന്നെയല്ലേ വരുന്നു. ഉപനയനം ഒരു ക്ഷേത്രത്തിലും പൂജിക്കാൻ ഉപവീതമല്ല പ്രാധാന്യം. വേദമന്ത്രങ്ങൾ ഉണ്ടെങ്കിലും തന്ത്രത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്ത്രചര്യ ഉണ്ടായിരിക്കണം. അതൊരിക്കലും ബാഹ്യ ആടകളല്ല, സാധന ഉണ്ടായിരിക്കണം എന്നല്ലേ അങ്ങ് പറഞ്ഞു വെച്ചത്. തീർച്ചയായിട്ടും താന്ത്രിക ക്ഷേത്രത്തിൽ, ഇപ്പോൾ വൈദിക ക്ഷേത്രത്തിൽ, വൈദിക മണ്ഡപങ്ങളിൽ വൈദിക ചര്യക്കല്ലേ പ്രാധാന്യം. ഇപ്പൊ ശ്രീസൂക്തം ജപിക്കണമെങ്കിൽ ശാക്തേയ ദീക്ഷ വേണമെന്ന് നമ്മൾ പറയാറില്ലല്ലോ. ശ്രീസൂക്തത്തിൽ കാമകലയുണ്ട്, അറിയേണ്ടവർക്ക് അറിയാം. ഓക്കെ, അത് അങ്ങേയറ്റം ശാക്തേയ ഉപാസനയുടെ അങ്ങേയറ്റമാണ് കാമകല. ഓക്കെ, പക്ഷെ അത് ജപിക്കാനായിട്ട് ഇത് മതിയല്ലോ, ഉപനയനം മതിയല്ലോ. ഓക്കെ, അതേപോലെ ഇവിടെ ഇതിന് ഉള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ദീക്ഷയാണ്. പിന്നെ ഈ തുടക്കത്തിൽ വിപ്ര എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു പക്ഷേ ഒരു പ്രാക്ടിക്കൽ കാര്യമായിരിക്കാം. ഈ വിപ്രന് ആ വൈദിക മന്ത്രങ്ങൾ നല്ല തെറ്റുകൂടാതെ കൃത്യമായി സ്വരസ്ഥാനം എല്ലാം കൃത്യമായി ജപിക്കാൻ അറിയാൻ കഴിയുക എന്നുള്ളൊരു പ്രാക്ടിക്കൽ വശമായിരിക്കാം അത്. അത് മറ്റുള്ളവരെ അതെ 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 ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഫോളോ ചെയ്യുന്ന ക്ഷേത്രതന്ത്ര വ്യവസ്ഥയിൽ ഇന്ന് അധികം അതാണല്ലോ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ കാര്യത്തിലായിരിക്കണം അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പൗരോഹിത്യം ആഗ്രഹിക്കുന്ന മറ്റുള്ളവരും, ഈ നമ്മൾ സാധാരണ ആർജിത ബ്രാഹ്മണർ എന്നൊക്കെ പറയുന്ന അവരും ആ വൈദിക സൂക്തങ്ങളെല്ലാം സ്വരസ്ഥാനമൊക്കെ കൃത്യമാക്കി അത് ഒരുപക്ഷെ കുറച്ച് ചെറുപ്പത്തിലെ തന്നെ അഭ്യസിക്കേണ്ട കാര്യവുമായിരിക്കാം. പക്ഷെ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ബ്രാഹ്മണർക്ക് വൈദികം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പഠിപ്പാണ്. പക്ഷേ ഒരു കർമ്മ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിലെ പഠിപ്പ് അവന്റെ കുലാചാരമാണ്. അവന്റെ ആദ്യത്തെ പഠിപ്പ് കുലാചാരമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേദം പഠിക്കുമ്പോൾ അത് ഒരു ഉപരിപഠനമാണ്. അതാണ് വ്യത്യാസം. സ്വാമിജി, ഇനി അവസാനമായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണമെന്ന് അറിയില്ല, ഇപ്പൊ 2018 കൂടിയിട്ട് കേരളത്തിൽ വലിയൊരു ശാന്തി നിയമനം, ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ വലിയൊരു ശാന്തി നിയമനം നടക്കുകയും ഇന്ത്യയിൽ ഒട്ടൊക്കെ ചർച്ചയാകും, കമലഹാസനെ പോലുള്ള ആളുകളൊക്കെ വളരെ വലിയ സംഭവമായി പറയുകയൊക്കെ ചെയ്തു. അതിനൊരു കാരണമായി പ്രവർത്തിച്ചത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ആശയമായിട്ട്. കാരണം PSCക്ക് വിട്ടു കഴിഞ്ഞാൽ എല്ലാ മതസ്ഥരും ദേവസ്വം ബോർഡിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദു മത സംവിധാനത്തിൽ വേണമെന്നതിന്റെ ഭാഗമായിട്ട് അച്യുതാനന്ദന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ, ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള സമയത്ത് പറയുന്ന അച്യുതാനന്ദന്റെ കാലത്തൊക്കെ ഈ പറയുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് രൂപീകരിക്കും. പ്രത്യേകിച്ചൊന്നും നടന്നില്ലെങ്കിൽ 2016, 17, 18 കാലഘട്ടങ്ങളിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടന്ന് അങ്ങനെ നിയമനം നടക്കുകയുണ്ടായി. എന്നാൽ ഇപ്പൊ ഒരു വിഷയം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണ തന്ത്രി സംഘടന, തന്ത്രി സമാജം, അവര് ഹൈക്കോടതിയെ സമീപിക്കുകയും അവർ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന തന്ത്രാധികാരം നിശ്ചയിക്കേണ്ടത് വിദ്യാപീഠങ്ങളല്ല, അതുപോലെ തന്നെ അതിന് അംഗീകാരം കൊടുക്കേണ്ട റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ല, അത് ഞങ്ങൾ തന്ത്രിമാർ, പാരമ്പര്യാവകാശമുള്ള തന്ത്രിമാരാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർ കോടതിയെ സമീപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2022 ശേഷം അംഗീകാരം കൊടുത്തിട്ടുള്ള വിദ്യാപീഠങ്ങളും സർട്ടിഫിക്കറ്റുകൾക്കും ഒക്കെ സ്റ്റേ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, സ്റ്റേ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ നിയമനം, ഇപ്പോൾ ഒരു പരീക്ഷ നടന്നു, ഒരുപാട് പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ
ആ ഒരു പരീക്ഷയുടെ ഫലമായി ദേവസ്വം ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം കരുതിയിരിക്കുന്ന ബ്രാഹ്മണേതരായിരിക്കുന്ന മുഴുവൻ ഹൈന്ദവ ശാന്തിക്കയുടെയും നിയമനം ഇപ്പോൾ ഇങ്ങനെ നോക്കുകുത്തിയായി നോക്കി നിൽക്കുകയാണ്. കാരണം എന്താണ്? ജന്മ ബ്രാഹ്മണർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളാണ് ഇതിന്റെ അവകാശികൾ, ഞങ്ങൾ പഠിപ്പിച്ചാൽ മാത്രമേ തന്ത്രമാവുകയുള്ളൂ, മറ്റുള്ളതല്ല, വിദ്യാപീഠങ്ങൾ പാടില്ല, റിക്രൂട്ട്മെന്റ് ബോർഡ് പാടില്ല, അപ്പൊ കോടതി പോലും തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ ഈ ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ സമാജമോ ഒട്ടും തന്നെ ഇത് ശ്രദ്ധയില്ലാതെ ദേവസ്വം പ്രവേശനം, ക്ഷേത്രപ്രവേശനം കൊട്ടിഘോഷിച്ചവരും ഇത് ഞങ്ങൾ കൂടി ചെയ്ത പാലിയം വിളംബരത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്ന് അവകാശപ്പെട്ടവരും ഒക്കെ മൗനം ഭജിക്കുമ്പോൾ എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ അംഗീകാരം? ഈ ശാന്തി കർമ്മം ഇവരൊക്കെ ജോലിക്ക് വേണ്ടി പഠിച്ചു വരുന്നതല്ല, എല്ലാവരും ഉപാസനയ്ക്ക് വേണ്ടി പഠിച്ചത്. അതിന് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാ പഠിക്കണ്ടേ? സാധന, അമ്പലം, അതങ്ങ് പറഞ്ഞത്. വീട്ടിലെ പഠിപ്പുകാരൻ പഠിക്കുന്നത് അവന്റെ കുലമായിട്ട് പഠിക്കുന്നു. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല, പണിയായി പഠിക്കുകയാണ്. പണിയായി പഠിച്ചവർക്ക് നിരാശയാവും. എന്നിരുന്നാൽ പോലും ധാർമ്മികമായിട്ടൊരു നിഷേധം ഇതിൽ കാണുന്നുണ്ട്. അത് എങ്ങനെ അങ്ങ് നോക്കി കാണുന്നുണ്ട്? നമുക്ക് ഈ വിഷയം ഉപസംഹരിക്കാം. ഇത് രണ്ട് തലമുണ്ട് ഇതിന്. ആദ്യത്തെ തലം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. കേരളത്തില് ഒരു കഴിഞ്ഞ പതിറ്റാണ്ടിലൊക്കെ ഏറ്റവും വലിയ വ്യവസായം ടൂറിസമായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ വ്യവസായം എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയ സമ്പദ്ഘടന ടൂറിസം കേന്ദ്രീകൃതമായിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പതിറ്റാണ്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടന ഈ ക്ഷേത്ര കേന്ദ്രീകൃത സമ്പദ്ഘടനയാണ്. ഓക്കെ, അതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ 55 വയസ്സിൽ താരതമ്യേന ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ റിട്ടയർ ചെയ്തൊരു വലിയ സമൂഹം, അവരുടെ ബാക്കിയുള്ള എന്തെന്നാ ഒരു കർമ്മമണ്ഡലമായിട്ട് തിരഞ്ഞെടുക്കുന്ന ക്ഷേത്രങ്ങളാണ്. 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരു 10 സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചാൽ, ഓക്കെ, അതിൽ ചുരുങ്ങിയ ഒരു 4 പേരെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് 12 വർഷത്തിൽ ചെയ്യുന്നത് എല്ലാ വർഷവും ചെയ്യണം എന്ന് വെച്ചാൽ അവർ ജീവിതത്തിൽ അങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത് അതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് വെച്ചാൽ ഇത് വലിയ സാമ്പത്തിക ഭദ്രത ഉറപ്പ് നൽകുന്ന ഒരു മേഖലയാണ്. മഹാക്ഷേത്രങ്ങളിലൊക്കെ ഒരു ചെറിയ ഉത്സവകാലത്ത് അവിടെ ഒരു 10-16 ദിവസം അവിടെ പോയി സേവനമനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ആ വർഷം മുഴുവൻ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. സ്ഥിരമായിട്ടുള്ള നല്ല ജോലി ഉപേക്ഷിച്ചേക്കുന്ന ആളുകളെ, സ്നേഹിതരെ എനിക്കുണ്ട്, പേരുകളൊന്നും പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള താല്പര്യങ്ങൾ, അതായത് അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു സാധനം ഇപ്പം അവർക്ക് അവിടെ നല്ല അവസരമുണ്ട്, അതിനെ സംരക്ഷിക്കണം, അതാണ് അവരുടെ നോട്ടം. ഞാനീ പറഞ്ഞ 55 വയസ്സിൽ റിട്ടയർ ചെയ്ത ആളുകളുടെ കാര്യം എന്ന് വെച്ചാൽ, ക്ഷേത്രം ഞാൻ നല്ല ഭംഗിയായിട്ട് നടത്തുന്നു, അപ്പോൾ എനിക്ക് അവിടെ അംഗീകാരം, എനിക്ക് അവിടെ ഒരു സാമൂഹിക പദവി, അങ്ങനെയുള്ളത്. ഇതിന് നേരെ ഈ കണ്ണാടിക്ക് നേരെ ഒരു മറുവശമുണ്ട്. ക്ഷേത്രങ്ങളിൽ ദൈനംദിനം കൂടുന്ന തിരക്ക്. ഞാൻ ആ തിരക്കിനെ മിക്കവാറും ഒരു 10-20 വർഷം മുമ്പ് തന്നെ എനിക്ക് ആ തിരക്കിനെ പറ്റി തോന്നിയിട്ടുള്ളത് ആശുപത്രിയിലെ തിരക്ക് പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ദേവനൊന്ന് വന്ന് കണ്ട് വന്നിച്ച് വിശേഷം പറഞ്ഞ് പോകുന്ന ആളുകൾ ഒരു 10 പേരിൽ ഒരാൾ പോലും കഷ്ടിയാണ്. അവിടെ 10-ൽ 9 പേരും വരുന്നത് പലവിധ പ്രശ്നങ്ങളുമായിട്ടാണ്. അതിൽ പലതും സാമ്പത്തികമാകണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ സാമൂഹിക ഘടനയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചുറ്റും ഒരു 10-25 ബന്ധുക്കളുണ്ട്. മരിച്ചിട്ട് ഇപ്പം അധികാരമൊന്നും ആയിട്ടില്ല. ഈ അണുകുടുംബമായിരിക്കുമ്പോൾ പോലും അവിടെ ഒരു കൂട്ടുകുടുംബമുണ്ട്. പക്ഷെ എൻ്റെ ഇന്നത്തെ തലമുറയിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതില്ല. വേണമെന്ന് വിചാരിച്ചാലും കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ആകെ കൂടെ ഇന്ത്യയിൽ ഞാനും എൻ്റെ ഒരു കസിനും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പുറത്താണ്. വേണമെന്ന് വിചാരിച്ചാൽ പോലും കഴിയില്ല. അപ്പം എന്താ, അവിടെ കുടുംബ ബന്ധങ്ങളെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പിന്നെ ഉള്ളത് സാമൂഹിക ബന്ധങ്ങളാണ്. ആ സാമൂഹിക ബന്ധങ്ങൾ വലിയ ഒരളവിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകുന്നത്.
അത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് പല സാമാജിക സംഘടനകൾക്കും താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ അതാണ് അവരുടെ ബലം. അവിടെ വരുന്ന ആളുകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവാം, പക്ഷെ ആ അരക്ഷിതാവസ്ഥ അങ്ങനെയുള്ള സംഘടനകൾക്ക് ബലമാണ്. ഇങ്ങനെയുള്ള ബഹുവിധമായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മാത്രമേ ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് ഈ എന്താ പറയുന്ന ആത്യന്തികമായി ഈ സമാജത്തിലെ എല്ലാവരുടെയും ഒത്തു താല്പര്യത്തിന് വേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അവസാനം ഇത് പൊട്ടും. ഈ സങ്കുചിത താല്പര്യങ്ങൾ ഒരു 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 നമുക്കൊരു വണ്ടി ഉന്തിക്കൊണ്ട് 1 മൈൽ 2 മൈലൊക്കെ പോവാം. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവണം. എഞ്ചിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ എല്ലാവർക്കും അതിൽ പങ്കാളിത്തം വേണം. ഈ ഒരു വർഷം ചുരുങ്ങിയത് ഒരു 1,00,000 കോടി രൂപയെങ്കിലും വന്നു മറിഞ്ഞു പോകുന്ന ഒരു സമ്പദ്ഘടനയില് എല്ലാവർക്കും ഒരു പങ്കാളിത്തം ഉണ്ടാകുമ്പോഴല്ലേ അതിനോട് ചേർന്ന് നിൽക്കുക. അതിനനുസരിച്ച് സമാജത്തിന്റെ വിവിധ ഭാഗങ്ങൾ ശക്തിപ്പെടുക, പുഷ്ടിപ്പെടുക, ഇതെല്ലാം ഉണ്ടാവുക. ഇത് വെറും ഒരു കോടതി കേസ് മാത്രമല്ല. അത് ഈ സംഘടനകൾ ആ നിലപാടെടുക്കുന്നതിന് പുറകിൽ പലപ്പോഴും അവരുടെ നിസ്സഹായതയും കൂടി ഉണ്ട്. ആ നിസ്സഹായത കൂടി അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞാലേ അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. തീർച്ചയായും. എന്തായാലും ഈ ഒരു അഭിമുഖത്തിൽ അങ്ങയുടേതായിരിക്കുന്ന ശ്രീവിദ്യാ പാരമ്പര്യത്തിലും എന്തുകൊണ്ട് ഈ ഉപനയനം വേണ്ട എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഈ പറഞ്ഞ മേൽക്കോയ്മ സിദ്ധാന്തത്തെ കുറിച്ച് പറയുമ്പോഴും ആ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്ന വ്യവസ്ഥയെ ജാതിയോ കർമ്മോ എന്തായാലും ശരി, അതിന്റെയൊക്കെ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോഴും ആരെയും നോവിക്കാതെ അങ്ങ് ഈ വിഷയം അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രശംസനീയമായ ഒരു കാര്യം. അങ്ങേപ്പോലുള്ള ആളുകൾക്ക് തുല്യനിന്ദ സുധീർ മൗലിയാർക്കൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. എന്നിരുന്നാൽ പോലും അത് പറയാതിരിക്കാൻ പറ്റണം. ആരെയും വേദനിപ്പിക്കാതെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ എന്താ വെച്ചാല് ഒരു കൊഴുപ്പ് തോന്നില്ല. കാരണം ചിലത് വേദനിപ്പിക്കുന്നില്ലല്ലോ. വേദനിപ്പിക്കുന്നത് കാണുമ്പോഴല്ലേ ചിലർക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വളരെ സമൂഹം, സമാജം മൊത്തത്തിൽ ചിന്തിക്കേണ്ട പല വിഷയങ്ങളുമാണ് അങ്ങ് പറഞ്ഞത്. അത് വിചാരം ചെയ്യട്ടെ. ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് രോഗം കൊണ്ട് വലയുന്ന ആളുകൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പോലെ ആകരുത്. അവിടെ ഒരു സമാധാനത്തിന്റെ ഒരു സന്ദർശനവും അവിടെ അതിന്റെ ഒരു ചുറ്റുപാടുമാണ് ഉണ്ടായി വരേണ്ടത്. ആ ഉണ്ടായി വരുമ്പോൾ അവിടുത്തെ പൗരോഹിത്യം ഈ രീതിയിൽ അതിന്റെ തന്ത്രപദ്ധതിയിലൊക്കെ ആകട്ടെ എന്ന് അങ്ങ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം ഈ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കിട്ട് വളരെ സന്തോഷം. പ്രത്യേക ഒരു നന്ദി അങ്ങയോട് പറയുകയാണ്. അപ്പൊ ഇത് ഉപസംഹരിന് മുമ്പ് നന്ദി പറയുന്നതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ് എന്തായാലും പ്രത്യേക ഒരു നന്ദി എല്ലാവർക്കും. വിളിച്ചതിന് അങ്ങയോട് വളരെ നന്ദി. അങ്ങ് സമാജത്തിൽ ഉയർത്തുന്ന മിക്കവാറും വിഷയങ്ങളോടൊക്കെ താതാത്മ്യമുള്ള ആളാണ് ഞാൻ. എല്ലാത്തിനോടും അല്ല, മിക്കവാറും വിഷയങ്ങളോട് താതാത്മ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ വളരെ അങ്ങയുടെ ഈ എന്നെ ക്ഷണിച്ചതിനും അങ്ങയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും എല്ലാം വളരെ നന്ദി. നമസ്തേ. പ്രേക്ഷകരോട് പ്രത്യേകം എടുത്ത് പറയട്ടെ, നമ്മള് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ തന്നെ ഗായത്രിയും ശ്രീവിദ്യയും മാറ്റി ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആരാധന രീതിയെ പ്രചരിപ്പിക്കൂ. കഴിഞ്ഞ ചർച്ച പോലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചർച്ചയെ ഉദ്ദേശിച്ച് കൊടുങ്ങല്ലൂർ കാവിലെ കാളിയാരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീവിദ്യയെ കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന വൈദിക ബ്രാഹ്മണ വൽക്കരണത്തെ കുറിച്ചും സംസാരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നിടത്താണ് നാം നമ്മുടെ പൂർവാചാരത്തെ കുറിച്ച് പഠിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. കാരണം നമുക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവസരം വരികയും ശരി ഇത് എനിക്ക് കേൾക്കേണ്ടതല്ല, എന്റെ ഭാഗമല്ല, ശ്രീവിദ്യയും ഗായത്രി എന്നെ കുറിച്ച് പറയുന്ന കാര്യമേ അല്ല എന്ന് പറയുമ്പോൾ ഇത് എന്റെ കാര്യമാണ്, എന്റെ നിലനിൽപ്പിന്റെ കാര്യമാണെന്ന് നാം മനസ്സിലാക്കി പൂർണ്ണമായും ഇതിനെ കേൾക്കുമ്പോഴാണ് നാം ഒരു കുലാചാരിയാകുന്നത്. കാരണം എന്തുകൊണ്ട് നമ്മുടെ കാവുകളും പതികളും അതുപോലെയുള്ള എല്ലാ സങ്കേതങ്ങളും ഒരു ബ്രാഹ്മണവൽക്കരണം, വൈദിക ബ്രാഹ്മണവൽക്കരണം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നാം നമ്മെ അറിയാത്തത് കൊണ്ടാണ് എന്ന് തന്നെയാണ് സംസാരിച്ച ആചാര്യൻ പറയുന്നത്. നാം നമ്മെ അറിയുന്നില്ല, നമ്മുടെ മഹത്വം അറിയുന്നില്ല. ആ മഹത്വം അറിയാത്തത് കൊണ്ടാണ് പശുവാചാരം, വീരാചാരം, കൗളാചാരം ഒക്കെ എന്താണ് കുലാചാരം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഇപ്പൊ ഇതുവരെയും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്. ഇത് ബ്രാഹ്മണന്റെ പിഴവല്ല, നമ്മുടെ പിഴവാണ്. ബ്രാഹ്മണ്യം കർമ്മം കൊണ്ട് ആർജിക്കാം എന്ന് പറയുമ്പോഴും അതൊന്നും സാധ്യമല്ല എന്ന് പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഇരിക്കെ നാം എന്തിനതാകണം? നമുക്ക് ഇവിടെ തന്നെ നമ്മളിപ്പോ 10ാം ക്ലാസ്, LKG തൊട്ട് 10ാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ നാം ജനിച്ചിരിക്കുന്നത് തന്നെ 10ാം ക്ലാസ്സിലാണ്. LKG ആണ് നമ്മെ സംബന്ധിച്ച് വേദപാരമ്പര്യത്തെ സംബന്ധിച്ച്
അതാണ് 10ാം ക്ലാസ്. അപ്പോൾ നാം ഇവിടെ നിന്നുകൊണ്ട് ഉയരാൻ നമുക്ക് ഉയരുകയല്ല, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാം അവിടെ യോഗഭോഗാത്മകമായ ജീവിതം പൂർണ്ണമാണ് എന്ന് ഒരാചാര്യൻ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് ആദ്യം ശ്രവണം, നമുക്ക് ശ്രവിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ആചാര്യന്മാർ പറഞ്ഞു, ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അല്ല എന്ന് പറയുമ്പോൾ അതാണ് തുറന്നു പറച്ചിൽ. എന്താണ്? നമ്മളെ പൂർണ്ണമായി ദൈവങ്ങളെ പോലും നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല, പിന്നെയാണോ സാധാരണ നമ്മളെപ്പോലുള്ള ആൾ? അപ്പോൾ അത് ആ ഒരു നിലപാടുകൾ നാം കേൾക്കണം. എന്താണ്? നമ്മെപ്പോലും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വ്യവസ്ഥയെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാം ആദ്യം എന്ത് വേണം? ശ്രവിക്കാൻ തയ്യാറ്. അപ്പോഴല്ലേ വിയോജിപ്പ് പറയാ. അപ്പോൾ കഴിയുന്നതിന് മുമ്പേ നമുക്ക് ഇതല്ല എന്ന് പറയുമ്പോൾ എന്തല്ല എന്ന് വിചാരം ചെയ്യും. അപ്പൊ നമ്മുടെ നാശത്തിന് കാരണം നാം തന്നെയാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ, നമുക്ക് ഉയരണമെങ്കിലും നാം നമ്മുടെ ധർമ്മത്തെ പഠിക്കുക. അത് കേവലം നമ്മെ മാത്രം ഇടുങ്ങിയല്ല, ചാത്തൻ, നീലി, കാളിയുണ്ട് അങ്ങനെ ഇടുങ്ങുകയല്ല. എവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത് എന്നറിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കത് നികത്താൻ കഴിയുക. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നാം പിഴവിൽ തന്നെ പോവുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആ കുറ്റപ്പെടുത്തൽ അമ്മികൊത്തലിന് വേണ്ടി ആള് വരുന്നത് പോലെ ഒരു ബ്രാഹ്മണനും തന്ത്രം എടുക്കാനോ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കോ പൂജയ്ക്കോ വേണ്ടി എവിടെയും വരുന്നില്ല. നാം ആണ് അവിടേക്ക് പോയി വീഴുന്നത്. അതിന് കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയുടെ മേൽ നമ്മളെ മേത്ത് കയറിയിരിക്കുന്ന പല പദ്ധതികൾ. ഇപ്പൊ ശ്രീവിദ്യ ശ്രേഷ്ഠമായ പദ്ധതി, എന്നാലോ ചില ആരാധനാ കേന്ദ്രങ്ങൾ ഈ ശാക്തേയ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുലാചാര പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പലപ്പോഴും ശ്രീവിദ്യാവൽക്കരണം നടക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്, വൈദികവൽക്കരണം പോലെ തന്നെ. അപ്പോൾ എന്താണ് ശ്രീവിദ്യ എന്ന് നാം അറിയണ്ടേ? എന്നാലല്ലേ എന്താണ് എന്നറിയുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന്റെ മാർഗം, പരിഹാരം എന്നറിയുള്ളൂ. ഈ ഒരു കാഴ്ചപ്പാടിൽ വേണം, പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയമല്ല പല വിഷയങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ, പുരോഹിതന്മാരെ, നേതാക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് ശ്രമിക്കാനുള്ള ഒരു സന്മനസ് നമ്മുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാവണം. കേവലം നമ്മൾ നമ്മുടെ വീട്ടിലെ പപ്പടം കാച്ചുന്ന ചട്ടിയും പപ്പടവും മാത്രം നോക്കിയിരിക്കരുത്. അപ്പുറത്ത് ഉപ്പേരിക്ക് വെച്ച കൂട്ടുകൾ എന്തെന്നെയാണെന്ന് പോലും നമ്മൾ അറിയാൻ ശ്രമിക്കണം എന്ന് റിക്വസ്റ്റ് ഉണ്ട്. ആദ്യം ശ്രവണം, പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് മനനം ചെയ്യും പറഞ്ഞത് എന്താണ് എന്നുള്ളത്. ബാക്കി നിരുദ്യാസം മറ്റുള്ള അനുഭൂതിയും തലങ്ങളൊക്കെ പിന്നീട് വന്നുകൊള്ളും. എന്തായാലും വൈകിയ വേളയിൽ ഈ വിഷയം കേൾക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തിയ ഓരോരുത്തരോടും നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ അതിഥിയോട് നന്ദി പറഞ്ഞു, അതുപോലെ തന്നെ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറഞ്ഞു. തുടർന്നും ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. വീണ്ടും പറയുന്നു, നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിചയത്തിലുള്ള ഓരോ ആചാര്യന്മാരും, ഇപ്പൊ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ അറിഞ്ഞ വിഷയങ്ങളെ ആ ആചാര്യന്മാരിലൂടെ, പഴയ കലാരൂപങ്ങളാവാം, അതുപോലെ തന്നെ ആരാധനാ സമ്പ്രദായമാകാം, വൈദിക പാരമ്പര്യത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി മുഖ്യധാരയായിരിക്കുന്ന വിവിധ മാധ്യമങ്ങളുണ്ട്, അതിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ ഈ പാരമ്പര്യത്തെ പ്രചരിപ്പിക്കാൻ അധിക കാര്യങ്ങളില്ല. യൂട്യൂബിൽ ചില ചാനലുകൾ അതിന്റെ ആളുകൾ മാത്രമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളും അഭിമുഖങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയുള്ള ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന വേദിയിലേക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഗുരുക്കന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. ആശ്രമത്തിന് അറിയില്ല, അപ്പൊ നമ്പർ ഇവിടുത്തെ ഇപ്പൊ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് വിളിച്ച് ഇന്ന ആചാര്യൻ, ഇന്ന നമ്പർ, ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും നാം അറിഞ്ഞ ആളെ മറ്റുള്ളവരെ അറിയുകയും ആ കുലാചാരത്തിന്റെ മഹത്വം ഓരോരുത്തരും അറിയുന്ന രീതിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മുടെ കുലധർമ്മം, ഓരോരുത്തരുടെയും കുലത്തിന്റെ ധർമ്മം ലോകം അറിയുന്ന. അവിടെയാണ് ഈ ആചാര്യന്മാർ ഓരോ വേദികളും അലങ്കരിച്ചുകൊണ്ട് ഈ ധർമ്മം, വൈദിക ധർമ്മത്തിനൊപ്പം നിൽക്കുകയുള്ളൂ. നാം മുന്നോട്ട് വന്നില്ലെങ്കിൽ, നാം മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നാം എന്നും ഇങ്ങനെ തന്നെ കഴിയേണ്ടി വരും. ആ മാറ്റം അപ്പോൾ ഉണ്ടാകേണ്ടത് ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈകികൾ എല്ലാവരോടും പ്രസന്നമായിട്ട് ഇത് നിർത്തുന്നതായിട്ട് പറയുന്നു. ഒപ്പം എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തൻ മനസ്സിലെ പടിമാനമക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ കുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.